കാതലായ പലതിനെയും വിട്ടിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പലതിൻ്റെയും പിന്നാലെ നമ്മൾ പരക്കം പായുന്നു എന്നുള്ളതാണ് നമ്മളുടെ പെരുന്നാളിൻ്റെ പതിവ് കാഴ്ചകൾ. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ പെരുന്നാളുകൾ, നിങ്ങളുടെ ഉത്സവങ്ങൾ, നിങ്ങളുടെ ധൂപവർഗങ്ങൾ എനിക്ക് വെറുപ്പാകുന്നു. അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനായതല്ല, മറിച്ച് അദ്ദേഹം പറയുക, നിങ്ങളുടെ കൈകൾ പാതകം നിറഞ്ഞിരിക്കുന്നു, രക്തമംഗലമാണ്. അതുകൊണ്ട് യെശയ്യാവ് പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നാണ് കാലവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. ഒന്ന്, നിങ്ങൾ അനാഥരോട് കരുണ കാണിക്കുന്നവരാകണം. നമ്മൾ തിരക്കിപ്പോയ ക്രിസോസ്റ്റമോസ് തിരുമേനി ഒത്തിരി സ്ഥാപനങ്ങൾ, ഒസ്താത്യോസ് തിരുമേനി നടത്തിയ സ്ഥാപനങ്ങൾ അതേ ആത്മാവിൽ നടത്തുന്നുണ്ട്. നിരണം ഭദ്രാസന നേതൃത്വം ഒത്തിരി ഉണ്ട്. മാവേലിക്കര ഞങ്ങൾക്ക് രണ്ടുണ്ട്. ഒന്നിൻ്റെ ചുമതല മാവേലിക്കര അരമനോട് ചേർന്ന് എനിക്കുണ്ട്, അഗതി മന്ദിരം. അനാഥപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. അത് കേവല അനാഥ മന്ദിരങ്ങളിലെ അല്ല, മറിച്ച് നമ്മുടെ ഒരു വീട്ടിൽ തന്നെ ഒരുമിച്ച് താമസിക്കുമ്പോൾ പോലും അനാഥപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. ഞാൻ ഉൾപ്പെടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ, മാതാപിതാക്കളോട് സഹോദര ബന്ധങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന അനേകം ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിന്റെ മുഖപേജിൽ വന്നിരുന്നു, 250 വൃദ്ധ ദമ്പതികൾ, മാതാപിതാക്കൾ ഗവൺമെന്റ് ആശുപത്രിയിൽ അസുഖമൊക്കെ മാറിയിട്ട് മക്കൾ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന അപ്പനെയും അമ്മയെയും കുറിച്ചൊക്കെ പത്രത്തിൽ ഇങ്ങനെ വന്നിരുന്നു. ഇങ്ങനെ അനേകം അനാഥപ്പെട്ടു പോകുന്നവരുണ്ട്. എല്ലാം ഉണ്ടായിട്ടും, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ വ്യക്തി ജീവിതത്തിൽ പുറമേ നോക്കിയാൽ നല്ല പച്ചിപ്പുണ്ടെങ്കിലും വ്യക്തി ജീവിതങ്ങളുടെ ഉള്ളറകളിൽ അല്ലേ മണലാരണ്യങ്ങൾ പോലെ ആയിരിക്കുന്നു അനേക ജീവിതങ്ങൾ. യെശയ്യാവ് പറഞ്ഞത് യഥാർത്ഥ ആത്മാവിലാണെങ്കിലും ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അനാഥരോട് കരുണ കാണിക്കുവാൻ നമുക്കിടയാകട്ടെ. 3 മാസം മുമ്പാണ് ഹരിപ്പാട് തൃക്കുന്നപ്പുഴയ്ക്ക് അടുത്ത് മക്കള് പോയപ്പോൾ അമ്മയെ ഇറക്കി വെളിയിൽ നിർത്തി കതക് പൂട്ടി പോവുകയാണ്. തിരിച്ചു വന്നപ്പം അമ്മയെ തെരുവു നായ്ക്കൾ കടിച്ചു കീറി. മക്കളെ നോക്കിയ അമ്മയുടെ കണ്ണുകൾ തെരുവു നായ്ക്കൾ കടിച്ചു കീറി ചോര ഒലിച്ച് അതിദാരുണമായി മരിച്ചു കിടക്കുന്നൊരമ്മയുടെ ചിത്രം. പള്ളികൾക്ക് കുറവില്ല, അമ്പലങ്ങൾക്ക് കുറവില്ല, മോസ്കിന് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല. ആത്മീയതയിൽ ഏറ്റവും അധികമായി വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആളുകൾ മത്സരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും എന്തേ, ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നമ്മെ കുറേയും കൂടി സ്നേഹവും കരുണയുള്ളവരാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് പരീശന്മാരെ പോലെ നമ്മൾ കാരുണ്യം നഷ്ടപ്പെടുത്തുകയാണ്, അല്ലേ? എത്ര 50 ദിവസം ഈ വൈകിട്ടും രാവിലെ ഉച്ചയ്ക്കും എല്ലാം 40 കുമ്പിട്ട് പ്രാർത്ഥിച്ച്, ആശാഴ്ച 3 നേരം പ്രാർത്ഥിച്ച്, 7 നേരം പ്രാർത്ഥിച്ച്, പാലും മുട്ടയും മീനും ഒന്നും തിന്നാതെ 50 ദിവസം കുമ്പിട്ട് കിടന്നിട്ട് 51-ാം ദിവസം എത്ര കരുണയാ നമ്മൾ നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പ്രവഹിച്ചത്, നമ്മുടെ കൂടെയുള്ളവരിലേക്ക് എത്ര കരുണയാണ് പ്രവഹിച്ചത്. അതുകൊണ്ട് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും ആരോടുള്ള പെരുന്നാളുകൾ മധ്യസ്ഥതയായാലും എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾ, എല്ലാ പെരുന്നാളുകളും നമ്മെ കുറേയും കൂടി കരുണയും മനുഷ്യ സ്നേഹവും ഉള്ളവരാക്കണം. കർത്താവ് അത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മളിൽ ഈ 2 വസ്തുതകൾ തുലവും പരിമിതമാണ്. കൂടുതൽ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ നോയമ്പ് നോക്കുന്നു, കൂടുതൽ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു പറയുന്ന ആളുകളിലൊക്കെ തുലവും പരിമിതമായി വരികയാണ്. മനുഷ്യനുള്ള സ്നേഹം ദൈവം ആഗ്രഹിച്ച് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ ചെറിയവൻ ഒരുവൻ 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തത് എനിക്ക് തന്നതാവുന്നു. വലിയ കാര്യത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചില്ല. ഈ ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾ പിതാക്കന്മാർ അവിടെ എഴുതി വെച്ചു, ഇവിടെ എഴുതി വെച്ചു എന്ന് അതൊക്കെ കറക്റ്റാണ്. പിതാക്കന്മാർ പഠിച്ചെഴുതിയതാണ്, ദർശനത്തിൽ എഴുതിയതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഈ കൂടെയുള്ളവനെ കരുതുന്നതാണ് സുവിശേഷം.
കൂടെയുള്ളവനോട് പോട്ട്, ഞാനുണ്ട്, സാരമില്ലെന്ന് പറയുന്നതാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുവിശേഷം. അത് തന്നെ ഈ ഹാശാഴ്ച മുഴുവൻ അല്ലേ, ഓശാന തിങ്കളാഴ്ചയിലെ ഏവെങ്കിലും ഇങ്ങനെയാണ്. നിങ്ങൾ ദീർഘമേറിയ പ്രാർത്ഥനകൾ നടത്തി കാരുണ്യം നിങ്ങൾ ചോർത്തിക്കളയുകയാണ്. നമ്മുടെ ചിന്ത ഇങ്ങനെ ദീർഘമേറിയ കുറെ പ്രാർത്ഥനകൾ എഴുതി വെച്ച എല്ലാം കൂടെ ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകുന്നതാണ്. ചുമ്മാതാണ്. നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുമ്പം നിനക്ക് ഉള്ളിലൊരു അലിവുണ്ടാകുന്നുണ്ടോ? നിന്റെ ഹൃദയത്തിന് തീ പിടിക്കുന്നുണ്ടോ? നിന്റെ ചുറ്റുപാടുകളിലെ വേദകളോട് പ്രതികരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിനക്ക് ആത്മീകമായി ഈ ലോകത്തിന്റെ ചൂഷണത്തോട്, ലോകത്തിന്റെ തിന്മകളോട് പ്രതികരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? സത്യമായും കരുണയും മനുഷ്യസ്നേഹവുമാണ് തമ്പുരാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത്, ബലിയിലല്ല, ഞാൻ കാരുണ്യത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ പെരുന്നാൾ കുറെ കൂടി എത്ര റാസയ്ക്ക് നടക്കുന്നു, ചെമ്പെടുത്തെന്നോ റാസയ്ക്ക് നടന്നെന്നോ കൊടി പിടിച്ചെന്നോ മുത്തുകൊട പിടിച്ചെന്നോ വെച്ചൂട്ട് കഴിച്ചെന്നോ 3 ദിവസത്തെ പ്രസംഗമൊന്നും അല്ല പ്രധാനം. മറിച്ച് ഈ ശുശ്രൂഷ കഴിയുമ്പം കുറെ കൂടി മനുഷ്യ സ്നേഹവും കരുണയും ഒക്കെ നമ്മൾ നിന്നും പങ്കുവെക്കുവാൻ, നമ്മൾ നിന്നും അനേകർ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ തിരുവചന ധ്യാനം അടച്ചു വെച്ച് എടുക്കണ്ട, ഞാൻ പറയാം. ഏറ്റവും അറിയാവുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 29-ാം വാക്യം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. 6-ാം അധ്യായത്തിന് 8-ാം വാക്യം, എന്നാൽ നോഹയ്ക്കോ യഹോവയുടെ കൃപ ലഭിച്ചു. ഓർത്തഡോക്സ് ഒരു പ്രധാന സ്വഭാവം, തുറക്കല്ലേ എന്ന് പറഞ്ഞാൽ തുറക്കും, എന്നാൽ തുറക്കണമെന്ന് പറഞ്ഞ ഒരെണ്ണം പോലും തുറക്കത്തില്ല. ഞാൻ പറഞ്ഞ ശരിയാണെന്നൊന്നും ഷോളൊക്കെ പാത്തിട്ടേച്ച് ഒളിഞ്ഞു നോക്കുക അതിനകത്തൂടെ, ശരിയാണെന്നൊന്നും അറിയാൻ വേണ്ടി. ഉൽപ്പത്തിയുടെ പുസ്തകം 5-29 ആർക്ക് എത്ര വയസ്സായപ്പോഴാണ്? ലാമേക്കിന് 180 വയസ്സായപ്പം ഒരു മോൻ ജനിച്ചു. ഇത് കണ്ട് കണ്ണുകളൊന്നും വേണ്ട. അന്നത്തെ ഏറ്റവും വലിയ ആയുസ് എത്ര? 969. 500 വയസ്സൊക്കെയാണ് ആ സമയത്തൊക്കെയാണ് മക്കളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആയുസ് ഏറെ ഉള്ളതാണ്. കയ്യിലിരിപ്പുണ്ട്. ദൈവം ഇതെല്ലാം കൂടെ കുറച്ച് 7, 10, 70 ഏറെ 80 വരെ കൊണ്ടുവന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നു. ആ വേദോസത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അപ്പൊ ഈ ലാമേക്കിന് 180 ആയപ്പം പറഞ്ഞു, ഒരു മോൻ ജനിച്ചപ്പം പറയുകയാണ്, യഹോവ ശപിച്ച ഭൂമിയാണിത്, അല്ലയോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പം ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് എന്തുവാ പറഞ്ഞേ? എല്ലാം നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞു. രാവിലെ എണ്ണിച്ച് ഏറ്റവും അവസാനം, എൻ്റെ കാര്യം ഏറ്റവും അവസാനം ഞാൻ കിടക്കാൻ നേരം ഏറ്റവും അവസാനം താത്തു വെക്കുന്നത് മൊബൈലാണ്. ആദ്യം എണ്ണിക്കുമ്പോൾ ആദ്യം കൈകൊണ്ട് തപ്പുന്നതും, കൊച്ചുങ്ങൾ കളഞ്ഞു പോയപ്പോലും പ്രശ്നമില്ല, പക്ഷെ മൊബൈൽ കളഞ്ഞു പോയാൽ നെഞ്ചിടിപ്പാണ്, സ്ഫോടനം ഉണ്ടാവും വീട്ടിൽ പോലും, അല്ലേ? ഏറ്റവും പ്രധാനം, എൻ്റെ കാര്യം പറഞ്ഞത്, നിങ്ങളുടെ കാര്യം എൻ്റെ കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വൈഫൈ ഉള്ളതുകൊണ്ട് രാവിലെ ഇത് ഓണാക്കുമ്പോൾ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ പ്രശ്നമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെ? കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവരാണ് ഈ സഭ ഇന്ന് നിലനിർത്തുന്നത്, അല്ലേ? സഭയുടെ നിലനിൽപ്പ് വാട്സപ്പ് ഗ്രൂപ്പാണ്. ട്രോൾ വരുമെന്ന് അറിയെങ്കിലും അങ്ങ് പറയുക, ഈ വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ രാവിലെ തുറക്കുമ്പോൾ കാതോലിക്ക ബാവ തെക്കോട്ട് പോയി, ക്രിസോസ്റ്റമസ് തിരുമേനി വടക്കോട്ട് തിരിഞ്ഞു, സന്തോഷച്ചൻ കിഴക്കൂടെ പടിഞ്ഞാട്ട് പോയി, ഷിജിയച്ചൻ ആ വഴിക്കട അതുവഴി അങ്ങോട്ട് പോയി, സന്ധിക്ക് കണ്ടു, പകല് കണ്ടു, കാറെ കണ്ടു, അല്ലേ? ഇങ്ങനെ പലതും. എന്നിട്ട് പറയും കാതോലിക്ക ശരിയല്ല, പോപ്പ് ശരിയല്ല, പാമ്പ് പിടിച്ചവൻ മരിച്ചുപോയി, പോപ്പ് ശരിയല്ല, കാതോലിക്ക ശരിയല്ല, അച്ഛന്മാർ ശരിയല്ല, മെത്രാന്മാർ ശരിയല്ല, പള്ളി ശരിയല്ല. അതിന്റെ വാക്ക് മെഗ്ലാമാനിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം വലിപ്പമുണ്ടെന്ന് തോന്നിക്കുക, അല്ലേ?
ആവശ്യത്തിലധികം വലിപ്പം എനിക്കൊണ്ട് തോന്നിക്കുന്ന ഒരു കാലം. എൻ്റെ വാക്കാണ് കേട്ടോ, അധികം കഷ്ടപ്പെട്ട. മെഗ്ലാമാനി എന്ന വാക്കിന്റെ അർത്ഥം. പൊക്കോളട്ടെ. അപ്പൊ ഇങ്ങനെ ദൈവം അനുഗ്രഹിച്ച ഭൂമിയാണ് പെട്ടെന്ന് എന്ത് ഭൂമിയായി മാറ്റപ്പെട്ടത്? ശപിക്കപ്പെട്ട ഭൂമിയാണ്. അവിടെ 4 കാര്യം പറഞ്ഞ് പെട്ടെന്ന് വേദഭാഗത്തിൽ പ്രവേശിക്കും. ആ ഭൂമി ശപിക്കപ്പെടേണ്ട 4 കാരണം. 1, ധാർമ്മികമായി അധപ്പതനം സംഭവിച്ചൊരു കാലമായിരുന്നത്. ധാർമ്മികമായി അധപ്പതിച്ച കാലം. ഈ കാലവും നമ്മുടെ കാലവും ഒരുപോലെയാ. ധാർമ്മികത നഷ്ടപ്പെട്ട കാലത്തിലാണ് ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും എല്ലാ മേഖലകളിലും ധാർമ്മികത നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ലൊരു വാക്യം കിടപ്പുണ്ട്, ലജ്ജയായതെല്ലാം അവർക്ക് മാനമായി തോന്നുന്ന കാലമാണ്. ഇന്ന് ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്നത് എന്താ? ഏറ്റവും സ്വാധീനിക്കപ്പെടുന്നത് എന്താ? ഞാൻ ഈ പ്രസംഗിക്കുന്ന 2000 പേര് കാണുമായിരിക്കും കൂടിപ്പോയ. പക്ഷെ ഏറ്റവും അധികം ഈ ലോകത്തിൽ നെഗറ്റീവുകളാണ് നമ്മളെ സ്വാധീനിക്കുന്നല്ലയോ. പോസിറ്റീവിന് വാല്യൂ ഒന്നുമില്ല. ലോകത്തിൽ ഏറ്റവും അധികം പുതിയ തലമുറയെ പോലും സ്വാധീനിക്കുന്ന എന്താ? നെഗറ്റീവാ. ഇന്നലെ ഫേസ്ബുക്ക് പറഞ്ഞപ്പം ഒരു ചെറുക്കൻ, നല്ല, അവൻ തീരെ ഗതിയില്ലാത്ത സ്ഥലത്തുനിന്ന് ജീവിച്ചു വന്ന, വേടൻ എന്ന അവൻ്റെ പേര്, അങ്ങനെ ഇട്ടിരിക്കുന്നത്. എനിക്ക് അവൻ്റെ ഒഫീഷ്യലി പറഞ്ഞുകൂടാ, ചാനൽ ഉണ്ട്, എല്ലാത്തിനും അറിയാം. എന്നാൽ യെശയ്യാവ് 1 എന്താ ചോദിച്ചാൽ അറിയത്തില്ല. അപ്പം ആ ചെറുപ്പക്കാരൻ പാട്ടുപാടാൻ വരുമ്പം ലക്ഷോപലക്ഷം ആളുകളാണ് നിൽക്കുന്നത്. വേറൊരു ഫേസ്ബുക്ക് തുറന്നു നോക്കിയപ്പം ചാനലുണ്ട്, അവൻ പറയുന്നതല്ല തെറിയേ പറയത്തുള്ളൂ. പക്ഷെ അതിനാണ് ഈ കേരളത്തിൽ ഏറ്റവും അധികം എത്ര ഉള്ളത്? സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. വാ തുറന്നാൻ തെറിയാ പറയുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നെഗറ്റീവുകളാണ് ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്നത്, അല്ലെ? ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുന്നത്. അപ്പൊ പോസിറ്റീവിന്, നന്മയായി ജീവിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു വിലയും ഇല്ല. അതുകൊണ്ട് അബ്നോർമൽ ആയതെല്ലാം നോർമലായ കാലമാണ്, അല്ലേ? നമ്മുടെ പിള്ളേരുടെ അമ്മയ്ക്ക് പണി, അമ്മ ഏത് കാലത്തിലാണ് ജീവിക്കുന്നു ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അബ്നോർമാലിറ്റിയാണ് ഏറ്റവും വലിയ നോർമലായത്, അല്ലേ? അങ്ങനെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയൊരു കാലം. രണ്ടാമത്തെ കാലം അവിടെ എഴുതി വെച്ചിരിക്കുക, ഹൃദയ നിരൂപണം ദോഷമുള്ള കാലമായിരുന്നു. ഹൃദയ നിരൂപണം ദോഷമുള്ള കാലം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, മനുഷ്യന്റെ ഹൃദയ നിരൂപണം ബാല്യം മുതലേ ദോഷമുള്ളതെന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. ദൈവം കണ്ടു, ബാല്യം മുതലേ ദോഷമുള്ളതെന്ന് കണ്ടു. അതുകൊണ്ട് സഭാപ്രസംഗി 5:4 വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, നിന്റെ വാക്ക് നിമിത്തം ദൈവം നിന്നോട് കോപിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. എന്ത് നിമിത്തം? വാക്ക് നിമിത്തം. നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലെല്ലാം 51-ാം സങ്കീർത്തനത്തിൽ പോലെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എത്ര വെള്ളം ഇട്ടുകൊണ്ട് വന്നൊന്നും അല്ല പ്രധാനം, മറിച്ച് നിന്റെ ഹൃദയത്തിന്റെ നിഷ്കളങ്കതയും ഹൃദയത്തിന്റെ വിശുദ്ധിയുമാണ് ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുന്ന ബലി എന്ന് പറയുന്നത്, അല്ലേ? പക്ഷെ ഇന്ന് പുറമെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു പുതിയ സംസ്കാരം, നമ്മൾ കൂടെ നിൽക്കുന്നവന്റെ വേദനയെ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, അല്ലേ? കൂടെ ഒരാൾക്കൊരു തകർച്ച ഉണ്ടാകുമ്പം, ഒരു പ്രയാസം ഉണ്ടാകുമ്പം, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പം ഇതിനെ ആഘോഷിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ റോമാലേഖനത്തിൽ പറഞ്ഞത്, അവന്റെ നാവിന്റെ കീഴിൽ എന്ത് വിഷമുണ്ട്? അണലി വിഷം ഉണ്ട്. ഹൃദയ നിരൂപണം ദോഷമുള്ള കാലം. ദൈവം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതും കോപിച്ചതും ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ച്. എന്താ? പുറമേ ഒന്നും അകമേ മറ്റൊന്നും, അല്ലെ? പുറമേ ഒന്നും അകമേ മറ്റൊന്നും. ഇന്ന് ഇങ്ങനെയുള്ള മനുഷ്യരുടെ എണ്ണം ഏറെ വരികയാണ്, അല്ലെ? 3 അവിടെ എഴുതി വെച്ചിരിക്കുക, ജനിച്ചതെല്ലാം വീരന്മാരും കീർത്തി കേട്ടവരുമാണ്. 3ാമത് ആ കാലത്തിന്റെ പ്രത്യേകത, അതിക്രമത്തിന്റെ ജീവിത ശൈലിയുള്ളൊരു കാലമായിരുന്നു. അതിക്രമത്തിന്റെ ജീവിത ശൈലിയുള്ള കാലം. നമ്മുടെ ഈ കാലം ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഇറങ്ങിയ സിനിമയുടെ പേര് തന്നെ ആലോചിച്ചിട്ടുണ്ടോ? ആവേശം, തെക്കൻ തല്ല്, തല്ലുമാല, വടക്കൻ തല്ല്, അല്ലേ? ഈ പേരിൽ തന്നെ എന്തുണ്ട്? എല്ലാം തല്ലുണ്ട്, അല്ലെ? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാം തല്ലാണ്. എവിടെ നോക്കിയാൽ അതിക്രമമാണ്. ഇന്നലെ കണ്ടില്ലയോ? ജോലിക്ക് നിർത്തിയവനാണ്, വലിയൊരു വീട്ടിൽ 14,000 സ്ക്വയർ ഫീറ്റ് വേണം, അതിനകത്ത് പാവം പിടിച്ചൊരു അപ്പനെ അമ്മയും കൂടെ കൊല ചെയ്ത് കളഞ്ഞു, അല്ലേ?
അത് ഏറ്റവും അധികം നിന്ന് ബാധിച്ചെവിടെന്നറിയാമോ? നമ്മുടെ പള്ളിയിലൊക്കെയാണ് ഏറ്റവും അധികം, അല്ലേ? നമ്മുടെ ദേവാലയത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഈ ചില ആളുകളുടെ ചിന്ത ഈ പള്ളിയും പൊതുയോഗം എന്നൊക്കെ പറഞ്ഞ ഈ ഞങ്ങളുടെ ആക്രോശം മുഴക്കാനുള്ള സ്ഥലമാണെന്നൊരു ചിന്തയുണ്ട് എല്ലാവർക്കും, അല്ലേ? പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കണം. ദേവാലയത്തിലേക്ക് പോകുമ്പം നിന്റെ കാൽപാദങ്ങളെ നീ സൂക്ഷിച്ചു കൊള്ളണം. എവിടെ പോകുമ്പോഴാ? ദേവാലയത്തിൽ. ഞാൻ ഉൾപ്പെടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തൊരു സമയം നമുക്കുണ്ടായിരുന്നു, അല്ലേ? ഈ സൗകര്യമൊന്നും കാണത്തില്ല. എനിക്കിന്ന് ഇത് നിരണപ്പള്ളിയുടെ അല്ലേ ഒരു ഇതായിട്ട് വന്ന ആകണമെന്ന് എൻ്റെ ചിന്ത കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടെ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഞാൻ പറഞ്ഞു വന്നത്, ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ നീലയും വെള്ളയും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടുകൊണ്ട് പോകാൻ സൗകര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് അപ്പനും മക്കൾക്കും എല്ലാം കൂടെ ഒരു ഉടുപ്പൊക്കെ കാണത്തുള്ളൂ, അല്ലേ? എല്ലാ മക്കളും ഓരോ വയസ്സ് ഡിഫറൻസ് ഒക്കെ കാണത്തുള്ളൂ, 5-6 വെച്ചുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡ്രസ്സൊക്കെ കാണത്തുള്ളൂ. എന്നിട്ട് ഓടി പള്ളിയുടെ ദൂരെ ചെന്ന് ചെരുപ്പൊന്നും കാണത്തില്ല, വന്ന് അവിടെ കുമ്പിട്ട് ബഹുമതിപൂർവ്വം ഭവനത്തിലേക്ക് പ്രവേശിച്ച് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നവർ പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ പ്രവേശിച്ച് മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു കാലമുണ്ട്, അല്ലേ? സത്യമായി ഞാൻ ഇടയ്ക്ക് അത് ഓർക്കാറുണ്ട്. ദൈവമേ, ലൂണാറിന്റെ തേഞ്ഞ ചെരുപ്പ്, ഇന്ന് പെരയ്ക്കകത്തൊരു ചെരുപ്പ്, പള്ളി പാൻ ഒരെണ്ണം, റൂമിൽ ഒരെണ്ണം, ബാത്റൂമിൽ ഒരെണ്ണം, സ്റ്റെയർ കയറാൻ ഒരെണ്ണം, കാറേ കയറാൻ ഒരെണ്ണം, ഗൾഫിൽ പോകുമ്പോൾ പാക്ക് ചെയ്തുകൊണ്ട് പോകാൻ ഒരെണ്ണം. ഇന്ന് ലൂണാറിന്റെ ചെരുപ്പ് വാങ്ങിച്ച് ബാർ സോപ്പ് വെച്ച് ചകിരി എടുത്ത് ഒരച്ച് ഇട്ടുകൊണ്ട് നടന്ന ഒരു കാലം. ഈ പള്ളി വന്നേച്ച് അച്ഛൻ്റെ ഊത്തോമോയോ പ്രൊമിയോനോ മനോഹര ശബ്ദമോ ലീലോബീതേത് 6 ഭാഷ 8 ഭാഷയോ ഒന്നും ചൊല്ലിയൊന്നുമല്ല പ്രശ്നം. മറിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പിള്ളേരുടെ ഭാവി ഇവർ IAS, IPS, BDS, MBBS ആക്കണമെന്നല്ല പറഞ്ഞത്. തമ്പുരാനെ എല്ലാവരെയും കാത്തുകൊള്ളണം, അല്ലെ? പെരയൊക്കെ ജൂൺ മാസത്തെ മഴ പെയ്യുമ്പം ചോന്നൊലിക്കുന്ന പെരയാ. ഒരു നേരത്തെ നല്ല ഭക്ഷണത്തിന് വകയില്ല. ഒന്ന് ഓർത്തേ, അവിടൊക്കെ ദേവാലയത്തിന് വാതുക്ക് അപ്പനും അമ്മയൊക്കെ പറഞ്ഞിട്ട്, മോനെ ദേവാലയത്തിൽ പോകുമ്പോൾ നീ സൂക്ഷിക്കണം, അല്ലെ? കാൽപാദങ്ങളെ സൂക്ഷിക്കണം. ഇതെല്ലാം മാറി ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചെരുപ്പില്ലാത്തത് 10 ജോഡി എനിക്കുണ്ട്. അത്ര എൻ്റെ കാര്യം പറഞ്ഞല്ലോ, 10 ജോഡി ചെരുപ്പായി. സൈക്കിളിന്റെ ടയർ ഉരുട്ടിയ കാലത്ത് 2-3 കാറ്, 3-4 സ്കൂട്ടറെ, സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചു. ഒരു ഫോണ്, അല്ലെ? പണ്ട് അപ്പുറത്തെ വീട്ടുകാർ വരണ വായിക്കും, ഫോൺ പോയി എടുത്തു, അല്ലെ? വിളിക്കും, നാണ്ട് ഒരു ഫോൺ വരുന്നുണ്ട്, 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറയും. ഇപ്പൊ ഒരു ഫോണും 4 സിമ്മും 5 സിമ്മും 16 സിമ്മും ഒക്കെയാണ് നമുക്കുള്ളത്, അല്ലെ? ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും സൗകര്യമായി. ഈ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പം നമ്മൾ ഏറ്റവും അധികം അഹങ്കാരം കാണിക്കുന്ന സ്ഥലം ഏതാ? നമ്മുടെ ദേവാലയമാണ്, അല്ലെ? ഈ പെരുന്നാളൊക്കെ വരുമ്പം കാണാം പ്രാധാന്യം. മുമ്പേ പറഞ്ഞ പോലെ കാതലായ പലതിനെയും വിടും. തോമാസ് ലീഗയുടെ പെരുന്നാളാണ്. തോമാസ് ലീഗായ്ക്ക് ശക്തി നൽകി ദൈവത്തോടെ ഈ പ്രാർത്ഥിക്കുന്നത്, അല്ലേ? തോമാസ് ലീഗയുടെ അല്ല. ഞങ്ങൾ പാപികളായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കൂടെ നടന്ന് തിരുമാർവിൽ തൊട്ടാളാണ്, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. പ്രാധാന്യം എന്താ? അനുതാപപൂർണമായ ഒരു ഹൃദയം, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, നുറുങ്ങിയ ഹൃദയത്തോടെ പാപം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ വരുമ്പം പ്രാധാന്യം മറ്റു പലതുമാവും. അതുകൊണ്ട് അതിക്രമത്തിന്റെ ജീവിതശൈലിയുടെ ഒരു കാലമായിരുന്നത് ഇന്നും നമ്മുടെ ഇടയിൽ അതുകൊണ്ട് ദേവാലയ പരിസരങ്ങൾ ഇന്ന് നമുക്ക് സമ്പത്ത് വർദ്ധിച്ചപ്പം, സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പം, കാശായപ്പം നമ്മൾ ഏറ്റവും അധികം സത്യമായും അഹങ്കാരം കണ്ടെത്തുന്ന, പല രീതിയിൽ വെല്ലുവിളിക്കുന്ന, മുണ്ടുമടക്കി എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ലാതെ പെരുമാറുന്ന സ്ഥലമായി ഇവിടെ മാറി നമ്മുടെ ദേവാലയങ്ങൾ മാറി. അത് കുറച്ച് സമയത്തേക്കൊക്കെ ഉയർന്നു നിൽക്കുമായിരിക്കും. പക്ഷേ ദേവാലയത്തിൽ പോകുമ്പം നിന്റെ കാൽപാദങ്ങളെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതിക്രമത്തിന്റെ ജീവിതശൈലിയുള്ളൊരു കാലമായിരുന്നത്. 4ാമത് എഴുതി വെച്ചിരിക്കുകയാണ്, ജനിച്ച ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു, അവരവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ചൊരു കാലം. എന്തോ? ബോധിച്ചതുപോലെ ജീവിച്ചൊരു കാലം. ഇനി 2 മിനിറ്റ് പറയാൻ പോകുന്നത് കല്യാണം കഴിക്കാൻ പോകുന്നതിൽ താഴെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളും കല്യാണം കഴിക്കുന്നവരെ ഉള്ളവർക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ബോധിച്ചതുപോലെ ജീവിച്ച കാലം. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരാൾ ഇപ്പം കല്യാണം ആലോചിച്ചാൽ ഇല്ല, ഇഷ്ടംപോലെ പിള്ളേരെ കെട്ടാൻ നിൽക്കുക. 30 വയസ്സിന് മേളിലൊക്കെ ഉള്ള ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പെൺപിള്ളേർക്കൊട്ട് കല്യാണവും വേണ്ട, അല്ലേ? സത്യമാണ്. ഇപ്പൊ ഇല്ല, മർത്തോമേൽ അച്ഛൻ പറയും എങ്ങും ചെന്ന് ചോദിക്കരുത്, ഒലക്കെടുത്ത് അടിച്ചു കളയും.
അതുകൊണ്ട് കല്യാണം കഴിച്ചോടാ, എന്താ കഴിക്കാത്ത, കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രസവിക്കാത്ത, ജോലി ഇല്ലെങ്കിൽ ചോദിക്കുക എന്താ ജോലി ഇല്ലാത്ത. അല്ലെ, നമ്മുടെ ഈ പ്രധാനപ്പെട്ട അച്ഛൻ പറഞ്ഞാൽ പള്ളി വരുമ്പോൾ ഈ പ്രധാന പ്രശ്നം ഞാനും പലരോടും ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. കല്യാണം കഴിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഒരാൾ ആ കൊച്ച് ഗർഭിണിയാവുമ്പം ഒരു 3 മാസമൊക്കെ എത്തുമ്പം ഛർദ്ദിക്കാൻ തുടങ്ങും. അല്ലേ, തുടങ്ങത്തില്ലയോ? തുടങ്ങും. വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കൊച്ച് കഴിക്കും. കാരണം എന്താ മക്കളെ? ഉള്ളിൽ കിടക്കുന്ന ജീവൻ അല്ലേ നിലനിർത്താൻ. 6 മാസമൊക്കെ ആകുമ്പോൾ ഇച്ചിരി വയറൊക്കെ വെച്ച് വരുമ്പം ഈ ഭർത്താവ് അപ്പുറത്ത് ചരിഞ്ഞും മറിഞ്ഞും കമന്നൊക്കെ കിടക്കുമ്പോൾ ഈ ഭാര്യ ചരിഞ്ഞാണ് അങ്ങനെയല്ലേ, അങ്ങനെയാണ് കിടക്കുക. പിന്നെ 7-8 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ പള്ളിയിലൊന്നും കയറാൻ പറ്റത്തില്ല, കുർബാന കൊള്ളാൻ പറ്റത്തില്ല, അത് പല കാരണങ്ങളുണ്ട്. അത് കഴിഞ്ഞ് 9 മാസവും 9 ദിവസം പണ്ടത്തെ നടപടി. ഞാൻ പറയുന്ന 15 വർഷമുള്ള ഒരു അമ്മയെക്കുറിച്ചാണ്. 9 മാസവും 9 ദിവസം കഴിയുമ്പോൾ പ്രസവിക്കും. ലോകത്തിൽ ഏറ്റവും വലിയ വേദന എന്താ? റീൽസിന് ഷെയർ കിട്ടാത്തതാണോ? അല്ല, പ്രസവ വേദനയാണ് ലോകത്തിൽ. ഇപ്പോഴത്തെ വേദന റീൽസിന്റെ ഷെയർ കിട്ടാത്തതും സെൽഫി എടുക്കുന്നതാണ്. പക്ഷെ അന്നത്തെ ഏറ്റവും വലിയ വേദന എന്താ? പ്രസവ വേദനയാണ്. ഈ അമ്മ പ്രസവിക്കുകയാണ്. ഇന്നത്തെ പോലെ ചൂടാറപ്പെട്ടി, ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, ചപ്പാത്തി കുഴയ്ക്കുന്ന ഉഷയുടെ പുതിയ ഗ്രൈൻഡർ ഒന്നുമില്ല. റബ്ബറിന്റെ ഉണങ്ങിയ ചുള്ളി, ഓലമടല് കീറിയിച്ച്, കവളം മടൽ 2ആയിട്ട് 4ആയിട്ട് കീറിച്ച് അതിന്റെ ഓല കൊണ്ട് ചായ തിളപ്പിക്കുക. അന്ന് വലിയ ജോലി. അമ്മായിമ്മ ഇച്ചിരി പോരൂടാണെങ്കിൽ പാമ്പ് പിടിച്ച സ്ത്രീക്ക് പറയുകയും വേണം. ഈ കൊച്ചു പകലെല്ലാം കിടന്നുറങ്ങും. ആരാ? ഈ കൊച്ചു കുഞ്ഞ്. ഈ അമ്മ പകലെല്ലാം ഒരടുപ്പിൽ പുളിയരിപ്പൊടി, ഒരടുപ്പിൽ കഞ്ഞി, ഒരടപ്പിൽ അമ്മായിപ്പന് കട്ടൻ കാപ്പി. അതേസമയം തുണി അലക്കാൻ അലകനിൽ അവിടെ വെള്ളം കോരണം. വലിയ തൊട്ടിയിട്ട് അങ്ങറ്റം വരെ ഉള്ളത്. ഇന്ന് കരണ്ടി, പാതാളക്കരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഈ തൊട്ടി പോയാലെടുക്കാൻ. ഒരു 3 ഇങ്ങനെ ഇരിക്കുന്നു. അല്ലേ? എന്റെ ഇടയ്ക്ക് കൊച്ചു കരയുമ്പോൾ അമ്മ ഓടി വരും. ആരെ പ്രതിയാ? ഈ കൊച്ചിനെ പ്രതി. എന്നിട്ട് ഈ പകൽ അന്ത്യോളം അമ്മ പണിയെല്ലാം എടുത്ത് വൈകിട്ട് കയറി വന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ വരുമ്പം പകലുറങ്ങിയ കൊച്ച് രാത്രി എണ്ണിച്ച് കളിച്ചോണ്ട്. അന്ന് ഈ അമ്മ ഈ രാത്രി ഉറക്കം തൂങ്ങി അതിന് മുലയൊക്കെ കൊടുത്തോണ്ട് ഇങ്ങനെ പാല് കൊടുത്തോണ്ട് ഇവിടെ ഇരിക്കുക അമ്മ. ഡിപ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് പ്രചാരം ഇല്ലാത്തതുകൊണ്ട് ഈ അമ്മയ്ക്കൊക്കെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മമാർക്ക് എല്ലാം കേട്ടോ. ഇച്ചിരി നിങ്ങൾ പറഞ്ഞില്ലയോ അമ്മയ്ക്ക് വട്ടാന്ന്, ഇച്ചിരി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് വട്ടം ഉണ്ടായെന്നറിയോ? പകലെല്ലാം വീട്ടിലെ ജോലി ചെയ്ത് അല്ലേ, രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കുക. ചെറിയൊരു പനി വന്നാൽ അമ്മയ്ക്ക് ഉറക്കമില്ല. ഇപ്പോഴും അല്ലേ ഉറക്കമില്ലല്ലോ. ചെറിയൊരു പനി വന്നാൽ സ്കൂളിൽ രാവിലെ 8 മണിക്ക് ബസ്സൊക്കെ കേട്ടിട്ട് 4 മണിയാകുമ്പം 4:05 ആകുമ്പോൾ അമ്മയ്ക്ക് ആദ്യ എന്റെ കുഞ്ഞ് എവിടെ പോയി. ലൈൻ ബസ്സിലൂടെ പോയ അമ്മ നോക്കിയിരിക്കുക. ജംഗ്ഷനിൽ ഇറങ്ങി മക്കളെ പടിഞ്ഞോട്ട് നോക്കിയിരിക്കും. ബസ് നിർത്തുന്നിടത്തോട്ട് എന്റെ മോൾ എവിടെ പോയിരിക്കുക, വരാറായോ. കണ്ടില്ലെങ്കിൽ കൂട്ടുകാരികളെ വിളിക്കുന്നു. അല്ലേ? 4 മണിക്ക് വീട്ടിലെ മെനു തീരുമാനിക്കുന്ന പിള്ളേരാണ്. ചെറുക്കന് ചപ്പാത്തി, അവന് ന്യൂട്ടല്ല ചേർത്ത ചപ്പാത്തി, പെണ്ണിന് പുട്ട്, അമ്മായിപ്പന് ചോളത്തിന്റെ പുട്ട്. അല്ലെ? പല അസുഖങ്ങളെ പ്രതി ഷുഗർ ഉള്ളവർക്ക് ചപ്പാത്തി എന്തെല്ലാം ഉണ്ടാക്കണം. എത്ര മണിക്ക് എണ്ണിക്കും? 4 മണിക്ക്. ഭർത്താവ് വെളുപ്പിലാണെങ്കിൽ 11:30 12 വരെ IMOയിലൊക്കെ ഇരുന്ന് ഭർത്താവിനെയും കണ്ട് അദ്ദേഹം ജോലി കഴിഞ്ഞിട്ട് വന്ന് അദ്ദേഹത്തെ കണ്ടതിന് ശേഷമേ കിടക്കത്തുള്ളൂ. 3-4 മണിക്കൂർ ഉറങ്ങുന്നു. അല്ലേ അമ്മ? എന്നിട്ട് ഇങ്ങനെ വളർച്ചയിലെല്ലാം മേപ്പോട്ട് വളർന്ന് എത്ര പ്രായമെത്തിയാലും നമ്മളെ കെട്ടിച്ചു വിട്ട് നമുക്ക് മക്കളായി ഈ അമ്മയ്ക്ക് കൊച്ചുമക്കളായാലും ഈ അമ്മയുടെ സങ്കടം, അമ്മയുടെ ഒരു നിമിഷം വേദന മുഴുവൻ ആരെക്കുറിച്ചാ? മക്കളെക്കുറിച്ചാ അമ്മ മൊത്തം വേദനിച്ചിട്ടുള്ളത്, സങ്കടപ്പെട്ടിട്ട്. ഒരപ്പനോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. അല്ലെ? ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്ന ആർക്കാ? അപ്പന്മാർക്കാ. നിങ്ങൾ കണ്ടതിനും കാണുന്നതിനും എല്ലാം നിങ്ങൾ ഇരുന്ന് കരയും. ഈ പാവം പിടിച്ചവര്, ഞാൻ ഉൾപ്പെടെ, ഞാൻ ഇച്ചിരി കരയുന്ന ആളോ. എന്നാൽ ഇവരാരും അധികം കരയത്തില്ല. എന്നാൽ ചില ഭാര്യ പറയും എൻ്റെ അച്ഛൻ അങ്ങനെന്താ കല്ല് പോലെ ഇരിക്കുന്നൊക്കെ പറയും. അല്ലേ? പക്ഷേ എത്രയോ തവണ ഈ മക്കളെ പ്രതി എത്ര സങ്കടം ഇവർ ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ട്, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ 9 വർഷം ദോഹെ പള്ളിയിൽ പ്രസംഗത്തിന് പോയപ്പം ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നത് ഉച്ചയ്ക്ക് നട്ടുച്ചയാണ്, ബുധനാഴ്ചയാണ്. കാണാൻ വന്ന് കണ്ടേച്ച് കാലും കൈ കഴിയും മേളി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങിയെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എവിടെ സ്ഥലം? ഇന്നടത്താണ്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, സാധാരണ എല്ലായിടും പറയുന്ന. അപ്പൊ ഇന്നടത്താണ് സ്ഥലം പറഞ്ഞു. 54 വയസ്സ് പ്രായമാണ്, 2 മക്കളുണ്ട്.
കൊറോണയ്ക്ക് മുമ്പ് നാട്ടിൽ പോയത്, പിന്നെ പോയിട്ടില്ല. അങ്ങനെ പള്ളിയിലൊന്നും അങ്ങനെ വരാനുള്ള സൗകര്യമുള്ള ആളുമല്ല. പൊരി വെയിലെത്താണ്. ഇപ്പം നല്ലോണം നമ്മൾ ഉരുകുന്നുണ്ട്. ഈ ഫാനൊക്കെ ഇട്ടുള്ള ഇച്ചിരി ചൂടുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു 150 ഇരട്ടി ചൂടുള്ള സ്ഥലമാണ് ഗൾഫ് നാടുകൾ. ഈ മനുഷ്യൻ്റെ നാട്ടിലെ ശമ്പളം 38,000 രൂപയാണ്. ജോലി ഗാർഡനിങ് ഉണ്ടല്ലോ റോഡിൻ്റെ സൈഡിൽ. ഈ പൊരി വെയിലാണ് നമ്മൾ ഓർത്തോണം. ബുധനാഴ്ച വന്നത് പ്രാർത്ഥിക്കാൻ വന്ന, ലിഫ്റ്റ് കിട്ടിയാ വന്നത്. തിരിച്ചെങ്ങനെയും പോകും. എന്താണെന്നറിയോ വന്നത്? ബുധനാഴ്ച 54 വയസ്സുകാരന് ഉപവസിക്കാൻ വന്നു. ഉപവസിച്ചിട്ട് നിർത്താൻ വണ്ടിയില്ലാത്ത 38,000 രൂപ നാട്ടിൽ ശമ്പളം വാങ്ങിക്കുന്നതാണ്. മൂത്ത മോള് മംഗലാപുരത്ത് 2ാം വർഷം നേഴ്സിങ്ങിന് പഠിക്കുന്നു. ഇളയത് +2 പഠിക്കുന്നു. 10-13,000 രൂപ ചെലവാകും. 25,000 രൂപ അല്പം പോലും മുറിയാതെ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കും. ആ അപ്പനുണ്ടല്ലോ, പെരുന്നാളില്ല. നിങ്ങളുടെയൊക്കെ അപ്പന്മാർ ചിലപ്പോൾ ഇപ്പം ഗൾഫിലായിരിക്കും. വരണമെന്ന് ആഗ്രഹമാണ്. ഇവിടെ കിടന്ന് ഈ ലൈവ് കാണുമ്പോൾ നെഞ്ചു പടയ്ക്കുക. അവരുടെ ഞങ്ങളുടെ പള്ളി, റാസ, ലൈറ്റ്, കൊടിമരം, മുത്തുക്കൊട, ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് ഈ മനുഷ്യൻ, നിങ്ങൾ ഓർത്ത് നോക്കേണ്ട കാര്യമാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കുറെ നാളെ, കാരണം മക്കൾ പഠിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ 10-12 മാസം പറയും ഒരു നല്ല ഫോൺ വേണം, ബൈക്ക് വേണം, ഇത് വേണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അമ്മയോടെ നിങ്ങൾ ഇത് പറഞ്ഞത്. പക്ഷെ അമ്മ വിളിച്ചു പറയും, ഈ പാവം പിടിച്ച റൂംമേറ്റിന്റെ കാശ് കടം വാങ്ങിച്ചിട്ടോ ഈ മനുഷ്യനെ അയച്ചു കൊടുക്കുന്നത്. കാരണം എന്താ? ഞാൻ അനുഭവിച്ച സങ്കടങ്ങളൊന്നും എൻ്റെ പിള്ളേര് അനുഭവിക്കരുത് കേട്ടോ. ഈ അപ്പൻ അയച്ചു കൊടുക്കണം. നിങ്ങളിങ്ങനെ കടയിൽ ചെന്ന് ജ്യൂസ് കുടിച്ചിട്ട് കിൻഡർ ജോയ് വാങ്ങിച്ചിട്ട് 40 രൂപ കൊടുക്കാൻ വേണ്ടി ഗൂഗിൾ പേത്തിൽ ഒരു ശബ്ദമൊക്കെ കേൾക്കും. നല്ല രസമാണ് അത്, ഗൂഗിൾ പേ ഒരു ശബ്ദം കേൾക്കുന്നത് കാശ് പോകുമ്പോൾ. പക്ഷെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ പാവം പിടിച്ച മനുഷ്യൻ പള്ളിയുടെ മുമ്പിലെങ്ങാണം വെച്ചിരിക്കുന്ന, ഇങ്ങനെ ഇപ്പം പല പാർട്ടിക്കാരും പള്ളിക്കാരൊക്കെ വെച്ചിരിക്കുന്ന പോലെ റോഡ് സൈഡിൽ അലമാര വെച്ചിട്ടില്ലേ, അവിടുന്ന് ഒരു കുബൂസും വെള്ളമൊക്കെ എടുത്തോണ്ട് പോയിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യുക? കുടിച്ചേച്ചാണ്, പട്ടിണി കിടന്നേച്ചാണ് ഈ പൈസ ആർക്ക് അയച്ചു കൊടുക്കുന്നത്? മക്കൾക്ക് അയച്ചു കൊടുക്കുക. വേറൊരു സ്ഥലത്ത് ഈ റീസെന്റ് ചെന്നപ്പോൾ ഗൾഫിലാണ്, അപ്പുറത്തിരുന്ന മനുഷ്യൻ ഇപ്പുറത്ത് വന്നു, കുമ്പസാരം നടക്കുകയാണ്, ഇപ്പുറത്ത് വന്നു, ഓടി വന്നു. 10-50 വയസ്സ് മേളുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം. എന്നുവെച്ചാൽ എന്താ? ജോലിയില്ല അച്ഛാ, 2 മാസമായി ജോലി ഇല്ലാതായിട്ട്. കാരണം എന്താ? ജോലി പോയതാണ്. ഞാൻ ചോദിച്ചു, അപ്പൊ ഈ 2 മാസം കൊണ്ട് ഒത്തിരി ഇടത്ത് കയറി നടന്നു, വണ്ടിയൊന്നുമില്ല, വാഹനമൊന്നും, ഒത്തിരി ഇടത്ത് കയറി നടന്നു. ഞാൻ ഇടയ്ക്കാൻ വായിച്ചു വെച്ചു, വീട്ടിൽ പറഞ്ഞോ? ഇല്ല അച്ഛാ, ഭാര്യയോടും പിള്ളേരോടും പറഞ്ഞിട്ടില്ല. കണ്ണൂരുള്ള ഒരു റൂംമേറ്റുകാരൻ ഒരാള് എല്ലാ മാസവും അതുപോലെ പൈസ കൊടുക്കും. ആ പൈസ കുറയാതെ ഭാര്യയോടും മക്കളോടും പറഞ്ഞില്ല ജോലി പോയെന്ന്. ഈ ഭാര്യയുടെ പേരിൽ റൂംമേറ്റുകാരൻ കൊടുത്ത പൈസ കൊണ്ട് അയച്ചു കൊടുക്കുകയാ. ആരെ സംരക്ഷിക്കാനാ? മക്കളെ പഠിപ്പിക്കാൻ. അപ്പൻ അറിയിച്ചില്ല. ആ ഗൾഫ് രാജ്യം മുഴുവൻ ഓരോ കമ്പനിയിലും കയറി നടക്കുക. എന്തിനാ? ഒരു ജോലിക്ക് വേണ്ടി. 10-55 കഴിഞ്ഞ് ഇനി ജോലിക്ക് കിട്ടാനും പാടോ? ഒന്നോർത്ത് നോക്കിയേ കുഞ്ഞുങ്ങളെ, ആ മനുഷ്യൻ എത്ര സങ്കടപ്പെടുക അവിടെ. നമ്മൾ വിചാരിക്കും പപ്പ ഗൾഫിലോ. ഞാനിപ്പോൾ ഈ ഗൾഫുകാരോടൊന്നും വലിയ പിരിവിനൊന്നും ചോദിക്കുക. പണ്ടൊക്കെ ഇഷ്ടം പോലെ ചോദിച്ചുകൊണ്ടിരുന്ന പഴയ ഇരുന്ന പള്ളിയിലൊക്കെ. ഇപ്പം ചോദിക്കില്ല. കാരണം എത്ര സങ്കടപ്പെട്ട അവർ ജീവിക്കുന്നത് അറിയാം. ഒരു മാസം അവധിക്കൊക്കെ വരുമ്പം ലുലുലോ സഫാരിയിലൊക്കെ പോയി കുറേ സാധനമൊക്കെ കൂട്ടുകാരെന്ന് കടം വാങ്ങിച്ചോണ്ടേ വരുന്നത്. നിങ്ങൾ പറയുന്നതല്ലോ. ആ ഒരു മാസം ഇവിടെ വരുമ്പോൾ പള്ളിയിലെ പിരിവ്, വീട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ട് പോകണം, അത് വാങ്ങിച്ചോണ്ട് ഇത് വാങ്ങിച്ചോണ്ട് പോകണം. തിരിച്ചു പോകുമ്പോൾ ഇരട്ടി കടമായിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇതിന്റെ 150 ഇരട്ടി വെയിലെല്ലാം ഈ മനുഷ്യൻ കൊണ്ട് സങ്കടപ്പെടുകയാണ്. എന്നിട്ട് നമ്മളെ വളർത്തുന്നത് 18 വയസ്സാകുമ്പം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, പ്രായപൂർത്തിയായി പിന്നെ അപ്പനിലും അമ്മയിലും പ്രശ്നം, നിനക്ക് തോന്നിയ പോലെ ജീവിക്കാം. എത്ര കുഞ്ഞുങ്ങളാ എൻ്റെയൊക്കെ വീട്ടിൽ ഉൾപ്പെടെയാ അപ്പൻ്റെ അമ്മയുടെ തല കുനിച്ച് ഇന്നലെ കണ്ടവൻ്റെ പുറകിനൊക്കെ പോകുന്നു അല്ലേ? എന്നാലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? സത്യമായി അതുകൊണ്ട് സദൃശ്യവാക്യത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണങ്ങൾ ചിലപ്പം പലതും കാണും. സദൃശ്യവാക്യത്തിൽ എഴുതി, അപ്പനെ അമ്മയും ദുഷിക്കുന്നതിന്റെ വിളക്ക് കൂരിരുട്ടിൽ അണഞ്ഞു പോകും. ബോധിച്ചതുപോലെ ജീവിക്കാനുള്ളതല്ല. ഓർത്തു നോക്കണം കുഞ്ഞുങ്ങളെ. ഞാനിത് പറഞ്ഞെന്തിനറിയാം? അല്പം 10 മിനിറ്റ് എടുത്തിട്ട് ഇങ്ങനെയാ നമ്മുടെ അപ്പനും അമ്മയൊക്കെ വളർത്തുന്നത്. അവരുടെ ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തിയിട്ട് അവരുടെ തല സമൂഹത്തിന് മുമ്പിൽ കുനിച്ചേച്ച് നമ്മൾ എങ്ങനെയാ ജീവിക്കുക? ഏത് ദൈവമാ നമ്മളിൽ പ്രസാദിക്കുക? എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഏറ്റവും സുരക്ഷിതമുള്ള കാലം നിങ്ങളുടെ മാതാപിതാക്കളുടെ കാലമാണ്. അവരെ ഉള്ളു ലോകത്തിൽ. ഇന്നലെ കണ്ട, ഇൻസ്റ്റഗ്രാമിൽ കണ്ട് പരിചയപ്പെട്ടവനെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ കണ്ടവനൊന്നും കൂടിയിരിക്കത്തില്ല. അവര് മാത്രമേ ഉള്ളൂ നിങ്ങളെ സംരക്ഷിക്കാൻ. നിങ്ങളൊരു വയ്യാടി വന്ന് പരിമല ICUവിൽ ഒന്ന് പോയി കിടന്നേ, കൂട്ടുകാരൊക്കെ വന്നും പോയൊക്കെ നിൽക്കും. അമ്മ കാണും ആ ഓരത്തൊരു കസേര ഉറങ്ങാതെ മക്കൾ ICU കിടക്കുമ്പോ അമ്മ ആയിരിക്കും ആ ഇരുമ്പ് കമ്പി കസേരയിൽ ഇരുന്ന്
അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും ദൈവത്തോട്. ലോകത്തിലൊരു മനുഷ്യൻ കാണത്തില്ല. ഇൻസ്റ്റഗ്രാമിലോ റീൽസ് ചെയ്തവനോ ഫേസ്ബുക്കിൽ കണ്ടവനോ വാട്സപ്പിൽ കണ്ടവളോ ആരും കാണുകയില്ല. ആരേ ഉള്ളൂ? മാതാപിതാക്കളെ ഉള്ളൂ. അതുകൊണ്ട് 10-25 പേരെങ്കിലും കല്യാണം കഴിക്കാൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൻ്റെ അമ്മയുടെ തല കുനിക്കാനിടയാക്കരുത്. ഇത്ര സങ്കടപ്പെട്ടിട്ട് അവര് നിങ്ങളെയൊക്കെ നമ്മളെയൊക്കെ ബോധിച്ചതുപോലെ ജീവിച്ചൊരു കാലം. ഇങ്ങനെ ധാർമ്മികമായ അധപ്പതിച്ച അതിക്രമത്തിന്റെ ജീവിതശൈലിയുള്ള ഹൃദയ നിരൂപണം ദോഷമുള്ള ബോധിച്ചതുപോലെ ജീവിച്ച കാലം. ഇങ്ങനെ ഒരു കാലമാണ് അനുഗ്രഹിക്കപ്പെട്ട ഭൂമി എന്ത് ഭൂമിയായി വന്നത്? ശപിക്കപ്പെട്ട ഭൂമിയായി വന്നത്. അവിടെയാണ് ആർക്ക് കൃപ ലഭിച്ചത്? നോഹയ്ക്ക് കൃപ ലഭിച്ചത്. 3 കാരണമുണ്ട്. പെട്ടെന്ന് ഞാൻ സമയത്തിലൂടെ അവസാനിപ്പിച്ചോളാം. 1, അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചവനായിരുന്നു നോഹ. അധപ്പതിച്ച ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയൊരു കാലം അല്ലേ? നമ്മുടെ കാലവും അതുപോലെ തന്നെ അല്ലേ? ദൈവബോധവും ദൈവഭക്തിയും പടിയിറങ്ങിപ്പോയൊരു കാലം. ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ കഴിയാത്ത കാലം. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നോഹ ജീവിക്കുന്നത്. അധപ്പതിച്ചു പോയൊരു കാലത്തിൽ അവൻ ജീവിക്കുമ്പം ദൈവം അവന് വേദപുസ്തകത്തിൽ ആദ്യമായി കൃപ ലഭിച്ചുവെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തിയ ആരെക്കുറിച്ചാണ്? നോഹയെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ആദ്യമായി കൃപ ലഭിച്ചു തിരുവചനം പറഞ്ഞിട്ടുള്ള ആരെക്കുറിച്ചാണ്? നോഹയെക്കുറിച്ചാണ് അല്ലെ? കൃപ ലഭിച്ചവൻ. 3 നാമങ്ങളാണ് അവനുള്ളത്. നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോട് കൂടി നടന്നവനുമാണ്. അതുകൊണ്ട് നീതിമാൻ പാപത്തെക്കുറിച്ച് ബോധ്യമുള്ളവൻ, നിഷ്കളങ്കൻ അല്ലെ? നിഷ്കളങ്കൻ. 112 സങ്കീർത്തനം, നേരുള്ളവന്റെ തലമുറയോ അനുഗ്രഹിക്കപ്പെടും, അവന്റെ വീട്ടിൽ എന്താ ഉണ്ടാകുന്ന? ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. ആരുടെ വീട്ടിലാ? നേരുള്ളവന്റെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും. അങ്ങനെ നീതിയുള്ളവൻ, നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവത്തോട് കൂടെ നടന്നവനാണ്. അവൻ ആരാണെന്നുള്ള ബോധ്യം കാത്തു സൂക്ഷിച്ചു. ഇന്ന് സത്യമായി പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ആരാണെന്നുള്ള ബോധം ഇന്ന് ഞാൻ ഉൾപ്പെടെ നമുക്ക് നിങ്ങളെക്കാട്ടിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ലോകത്തിന്റെ സമസ്യകളിൽ, ലോകത്തിന്റെ കാഴ്ചപ്പാടുകളിൽ, ലോകത്തിന്റെ ഭ്രമങ്ങൾ വർദ്ധിക്കുമ്പം നമ്മുടെ വിളിയെക്കുറിച്ച്, നമ്മുടെ നിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം ഞാൻ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് അല്ലേ? ഈ പെരുന്നാളിൽ നമ്മൾ ആർജിക്കേണ്ട 1ാമത്തെ ഗുണമാണ് നമ്മൾ ആരാണെന്നുള്ള ബോധ്യം. അതുകൊണ്ടാണ് 2 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നമ്മൾ ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ ഉൾപ്പെടെ നിങ്ങളെക്കാട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വഴികളിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടല്ലേ? നോഹ അവൻ ആരാണ്, അവന്റെ നിയോഗം എന്താണെന്നുള്ള ബോധ്യം അവൻ കാത്തു സൂക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം തമ്പുരാൻ ഒരു നിയോഗം ഈ ഭൂമിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിയോഗത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു ആപത്ത് വന്നെങ്കിൽ ദൈവനിയോഗത്തിന്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഒരു മരണമുണ്ടായി, ഒരു തകർച്ച ഉണ്ടായി, ഒരു പ്രതിസന്ധി ഉണ്ടായെങ്കിൽ ഭാരമുള്ള മക്കൾ, പ്രതിസന്ധി ഉണ്ടാക്കുന്ന മക്കൾ, തലമുറകൾ നിയോഗത്തിന്റെ ഭാഗമാണ്. അത് നമുക്ക് വേണ്ടി മാത്രം സഹിക്കാനുള്ളതാണത്. നമുക്ക് വേണ്ടി മാത്രം ഈ ഭൂമിയിൽ നിനക്ക് മാത്രമേ എന്നെ സഹിക്കാൻ സാധ്യമാകുകയുള്ളൂ. നിനക്ക് മാത്രമാണ് ആ വരമുള്ളത്. അതുകൊണ്ട് അത് ചില നിയോഗങ്ങളാണ് ജീവിതത്തിൽ. നോഹ അവൻ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ്, അവൻ അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. ഞാൻ ആരാണെന്നുള്ള ബോധം. ലോകം ഇങ്ങനെ ഒഴുകുകയാണ്, മ്ലേച്ഛതകളുടെ കൂമ്പാരമാണ്. ആണാണോടും പെണ്ണോടും മനുഷ്യ മൃഗത്തോടും ഒക്കെ കൂടി അവിശുദ്ധമായി ജീവിച്ചൊരു കാലം. എല്ലാവരും ഒരുപോലെ പ്രവർത്തികൾ ചെയ്ത് കൊളരാത്തരായി തീർന്നൊരു കാലം. അവിടെ അവൻ ലോകത്തോട് സമരസപ്പെട്ടില്ല, മറിച്ച് ലോകത്തിന്റെ നടുവിൽ ഞാൻ ആരാണ്, എന്റെ വിളി എന്താണ്, എന്റെ നിയോഗം എന്താണെന്ന് ആര് കാത്തു സൂക്ഷിച്ചു? നോഹ കാത്തു സൂക്ഷിച്ചു. നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കാനുള്ളതാണെന്നാ പഠിപ്പിക്കുന്നത് അല്ലേ? ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കാനുള്ളതാണ്, എല്ലാം ആഘോഷിക്കാനുള്ളതാണ്, എല്ലാം ആഘോഷിക്കാനുള്ളതാണ് അല്ലെ? നമ്മുടെ ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുണ്ടല്ലോ. ഞാൻ പറയാം എല്ലാം ആഘോഷിക്കാനുള്ളതാണ്. എങ്ങനെയാണ്? ദൈവനിയതമായ പരിധിക്കുള്ളിൽ ആഘോഷിക്കാനുള്ളതാണ് അല്ലേ? ലക്ഷ്മണരേഖ പോലെ ക്രിസ്ത്യാനിക്ക് ഒരു വരയുണ്ട്. അതിന്റെ അപ്പുറത്ത് അത് മറന്നു പോകുമ്പം, ഞാൻ ഉൾപ്പെടെ അത് മറന്നു പോകുമ്പം അതിനെ അതിജീവിച്ച് സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാനുള്ളതല്ല, ദൈവനീതമായ പരിധിക്കുള്ളിൽ ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ വേദപുസ്തകം വായിക്കുമ്പം ആത്മാവബോധമുള്ളവരുടെ 3
പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ ആത്മാബോധമുള്ളവർ. ഒന്ന്, നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും ഇവർ. അതുകൊണ്ട് അവർക്ക് ആത്മാബോധമുള്ളത്. എന്താണ്? നിലനിൽക്കുന്ന മറ്റൊരു ലോകം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നമ്മുടെ പൗരത്വമോ എവിടെയാണ്? എവിടാ? സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം. ഈ തോമാസ് ലീഗ ഉൾപ്പെടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, എല്ലാ ശിഷ്യന്മാരും ധീരോചനമായി ഇടയ്ക്ക് കർത്താവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ തോമാസ് ലീഗ മാത്രം പറഞ്ഞത്, വരുവീൻ അവനോടൊപ്പം നമുക്കും എവിടെ പോകാം? മരിക്കാൻ പോകാം. നമുക്കും അവനോടൊപ്പം മരിക്കാൻ പോകാം. കാരണം ഇത് ടെമ്പറലാണ്, അല്ലെ? താൽക്കാലികമാണ്. നിത്യമായ ലോകമുണ്ട്. മരിക്കാൻ പോകാമെന്ന് 12 ശിഷ്യന്മാരിൽ അതുവരെ ക്രിസ്തുവിനെ പുനരുദ്ധാനം വരെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് ശിഷ്യന്മാർ. പക്ഷെ ആ സമയത്ത് യോഹന്നാൻ പറഞ്ഞു, വരുവീൻ അവനോടൊപ്പം നമുക്കും എവിടെ പോകാം? മരിക്കാൻ പോകാം. കാരണം എന്താ? ഈ ലോകത്തിലെ ആളുകളെല്ലാം ഈ ലോകത്തിൽ കൊടുത്ത സങ്കടങ്ങളെല്ലാം അതിജീവിച്ചത് പരലോകത്തിൽ ഒരു ജീവിതമുണ്ടെന്നുള്ള ബോധ്യത്തിലാണ്, അല്ലെ? നമ്മൾ ആലോചിച്ച് നോക്കി, ഈ ലോകത്തിൽ ഇട്ടേച്ചു പോകേണ്ട കാര്യങ്ങളെ ചൊല്ലിയ നമ്മളിലേറെ, ഞാൻ ഉൾപ്പെടെ നമ്മളിലേറെ തർക്കിച്ചും കലഹിച്ചും ഇരിക്കുന്നു, അല്ലേ? അല്ലേ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് പുറകോട്ട് വീട്ടിൽ ചിന്തിച്ചു നോക്കി, പിണക്കമുള്ള ആളിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ മനസ്സിൽ ചിന്തിച്ചു നോക്കി, ആ വീട്ടുകാരോടോ ചേട്ടനോടോ ഉപ്പാപ്പനോടോ അമ്മായിപ്പനോടോ അമ്മായിമ്മയോടോ വല്യമ്മയോടോ പിണങ്ങിയത് എന്തിനാ? എന്റെ മോന്റെ കല്യാണത്തിന് ഞാൻ അവിടെ പോയി വിളിച്ചതാണ്, അവന്റെ മോന്റെ കല്യാണത്തിന് എന്നെ ഫോൺ ചെയ്തുള്ളൂ, ഞാൻ പോകുന്നില്ല, അല്ലേ? തർക്കമായി. ഈ കല്യാണം നടത്തുമ്പോൾ എല്ലാം കൂടെ വിളിക്കാൻ ഓർമ്മയൊന്നും കാണത്തില്ല ചിലപ്പോ, അല്ലേ? ചിലപ്പോ അങ്ങ് മറന്നു പോവായിരിക്കും. പിന്നെ മിണ്ടത്ത് ഇല്ല. നിന്റെ അയ്യത്തെ ഓല എന്റെ പറമ്പി നിന്നു, നിന്റെ വട്ട എന്റെ അയ്യത്തോട്ട് നിന്നു, നിന്റെ കൂടച്ചക്ക ഇപ്പൊ ആർക്കും വേണ്ട, അത് എങ്ങോട്ട് നിന്നു? എന്റെ അയ്യത്ത് വീണു. ചത്തു പോകുമ്പം തൈലെല്ലാം ഒഴിച്ചിട്ട് കൂഴച്ചക്കയും വട്ടയും എല്ലാം കൂടെ പെട്ടിക്കകത്ത് മടക്കിയാണ് ഈ പുള്ളിയെ മേപ്പോട്ട് വിടുന്നേ, ആണോ? അല്ല, ഞങ്ങൾ അച്ഛന്മാരുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾ മാത്രമല്ല കേട്ടോ, എന്നെ കൂടെ ഉൾപ്പെടുത്തി പറയുന്നു. അതൊക്കെ എന്താ? ഈ വട്ടയം കൊണ്ടോ കൂടച്ചക്ക കൊണ്ടോ വഴക്കിട്ടിരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മുടെ എല്ലാം പ്രശ്നം ഇതാണ്, അല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ചില നല്ല കാര്യം അയലത്ത് നടക്കട്ടെ, ഒരെണ്ണം നമ്മുടെ ക്രിസ്ത്യാനിയുടെ പ്രത്യേകം ഒരെണ്ണം പോലും ആ ഗേറ്റും തുറന്നു കൊടുക്കത്തില്ല. ഇനി ഒരു മരണ വീട്ടിൽ പോയിട്ട് വണ്ടി ഇടാൻ വേണ്ടി തെക്ക് പടക്ക് നടക്കുക, ഇങ്ങനെ വണ്ടിയും കൊണ്ട്. വല്ലൊരു പേർക്ക് എനിക്ക് ട്രാഫിക്ക് വല്ല ജോലി കിട്ടിയാന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. നോക്കിയാൽ എല്ലാം വലിയ വീടുകളാണ്, അല്ലെ? ക്രിസ്ത്യാനിയാണല്ലോ ആകെ ഉള്ളത്. നമ്മുടെ പരിപാടി പള്ളിയിലും അയ്യത്തും കുറെ സിമെന്റ് കുഴിച്ചിടുക, വീട്ടിലും കിട്ടുന്ന കാശ് മുഴുവൻ മക്കളെ കളിപ്പിട്ട് നേഴ്സാണെങ്കിൽ 10 ലക്ഷം രൂപ എടുക്കുക, വീട് വെക്കുക. ഞാൻ ഉൾപ്പെടെയാണ്. എന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കും വലിയ പലകത്തെ, ഫാദർ ഷിജി കോശി, LKG UKG 8 തോറ്റ് 10 പ്രീ ഡിഗ്രി ഡിഗ്രി GST BD MTH MPhil മറ്റേത് മറിച്ചേത് മൊത്തം ഒരു ഫലകത്തിൽ അങ്ങ് പിടിപ്പിക്കും വീടിന്റെ ഫ്രണ്ട്. എന്നിട്ട് പാരഡൈസ്. അയലത്തുകാരന്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്ന ഒന്ന് തുറന്നു പോലും ഇന്ന് ഞാൻ കണ്ടതാണ്. 10 വണ്ടിയിടാൻ സ്ഥലമുണ്ട്, പക്ഷെ ഒന്ന് തുറന്നു കൊടുക്കത്തില്ല. എന്നിട്ട് വൈകിട്ട് ഈ പുള്ളിയും ഭാര്യയും കൂടെ പാടും, എന്റെ ദേശം ഇവിടെ അല്ല, ഈ ലോകം ശാശ്വതമല്ല, എനിക്കായിട്ട് ഒരുക്കിടുന്നു എവിടാ? അവിടെ ഒന്നും ഒരുക്കത്ത്. സത്യം ഈ ചുമ്മാ കറാച്ചന്മാർ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കരുത്. ഇവിടെ മനുഷ്യനോട് ചെയ്യാത്ത കാര്യം, ശരിയല്ലാത്ത മനുഷ്യബന്ധങ്ങൾ ശരിയല്ലാത്ത ദൈവബന്ധത്തിന്റെ അടയാളമാണ്, യാതൊരു സംശയം വേണ്ട. മനുഷ്യനുള്ള ബന്ധം ശരിയല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം ശരിയല്ലെന്ന് അതിന്റെ അർത്ഥം. അങ്ങനെയാ കർത്താവ് പഠിപ്പിച്ചെന്ന് ഞാൻ വായിച്ചിട്ടുള്ളൂ ഈ 4 സുവിശേഷങ്ങളിൽ 80-ലധികം അധ്യായങ്ങളിൽ. അതുകൊണ്ടാണ് മുസ്ലിം മതത്തിൽ പോലുണ്ടോ, ഭൂമിയിലുള്ളവനോട് കരുണ കാണിച്ചാൽ സ്വർഗത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കും, അല്ലേ? ഈ നോയമ്പിലും ശുഭുക്കോനയ്ക്ക് പറഞ്ഞില്ലേ, എടാ 70 വട്ടം ക്ഷമിക്കുക, അല്ലെ? കരുണയാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നിലനിൽക്കുന്ന മറ്റൊരു ലോകത്തെ കുറിച്ചുള്ളൊരു ബോധ്യം. 2, തിന്മയോട് സന്ധി ചെയ്യാതിരിക്കാനുള്ള കരുത്തുള്ളവരായിരിക്കും ഇങ്ങനെയുള്ളവർ. നോഹ നിൽക്കുന്ന എവിടാ? തിന്മയുടെ നടുവിലാണ് നിൽക്കുന്നത്, അല്ലേ? ഇന്ന് ലോകത്തിന്റെ ഏത് തിന്മയും നമ്മളെല്ലാം, ഞാൻ ഉൾപ്പെടെ സാംശീകരിക്കും, മുമ്പേ പറഞ്ഞ പോലെ, അല്ലെ? ഏത് തിന്മയും സാംശീകരിക്കും നമ്മൾ. ഞാൻ OVS ചെന്നപ്പം മദ്ബാട് അവിടെ നിന്നുകൊണ്ട് പാട്ടിട്ടോണ്ടിരിക്കുന്നത് ഒരു ഹിന്ദി പാട്ടാ, അല്ല തമിഴ്, പുതിയൊരു പ്രഭുദേവ ഡാൻസ് കളിക്കുന്നത്. എനിക്ക് മക്കളൊക്കെ അറിയാവിടെ പ്രഭുദേവയുടെ പുതിയ പാട്ട്? ആ, OVBSന്റെ ഡാൻസാ. ഞാൻ അപ്പം പള്ളിയുടെ പരിസരത്ത് വെച്ച് ഇത് പള്ളിയാണോ അതോ തിയേറ്റർ വല്ലതും ആണോ? കാരണം അപ്പൊ ചോദിക്കുമ്പോൾ പറഞ്ഞത് ആ പള്ളി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ.
നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ അനുകരണവും എല്ലാം കൊണ്ട് എല്ലാ അനുകരണ ഭ്രമവും നടത്തുന്ന എവിടാ? നമ്മുടെ പള്ളികളിലൊക്കെ അല്ലേ? ഇവിടെ എന്താ? ചുറ്റുപാട് തിന്മ, ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെ ഈ മനുഷ്യൻ തിന്മയോട് സമരസപ്പെട്ടില്ലെന്നുള്ളതാണ്. നിങ്ങൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതിനകത്തില്ലെങ്കിലും അപ്പോക്രീഫ പുസ്തകത്തിൽ, ഞാൻ എല്ലായിടും ഏത് പ്രസംഗത്തിലും ചേർത്ത് പറയാം, എനിക്ക് അത്ര ഇഷ്ടം. അപ്പോക്രീഫ പുസ്തകത്തിൽ മക്കാബിരുടെ പുസ്തകമുണ്ട്, കേട്ടിട്ടുണ്ടോ? നമ്മുടെ കൂദോശീത്തോയ്ക്ക് ഇവിടെ വായിക്കും, പഴയ നിയമത്തിൽ വായിക്കും. അപ്പൊ അതിനകത്തൊരു അമ്മ 7 മക്കളും ഉണ്ട്. ആരാ? മർത്ത ശ്മൂനി അല്ലെ? ശ്മൂനി. അപ്പൊ ഈ അമ്മ 7 മക്കളുണ്ട്. അമ്മയോടും പറഞ്ഞത് ചെറിയ 2-3 കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യം, യഹൂദർക്ക് നിശ്ചിതമായ പന്നിമാംസം കഴിക്കണമെന്നാണ് പറഞ്ഞത്. അമ്മ കഴിച്ചില്ല, അമ്മ തയ്യാറായില്ല. അപ്പൊ 7 മക്കളെ അമ്മയങ്ങടെ കൊണ്ട് നിർത്തി അമ്മയുടെ മുമ്പിൽ വെച്ച് ഓരോ മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തി. ക്രൂരമായി. ഏതമ്മയ്ക്കാ പറ്റുന്നത് അല്ലെ? മക്കളെ കൊലപ്പെടുത്തുമ്പോൾ കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? ഓരോന്നിനെ കൊലപ്പെടുത്തിട്ട് അമ്മയോട് ചോദിച്ചു, കോംപ്രമൈസ് ചെയ്യാമെന്ന് ചോദിച്ചു. കോംപ്രമൈസ് ചെയ്തില്ല. 7ാമത്തെ പയ്യൻ കൊച്ചു കുഞ്ഞ് അവന്റെ കൂടെ എത്തുമ്പോൾ അവൻ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുമായിരിക്കും. എന്റെ ചിന്തയോ, 6 എണ്ണത്തിനെ കൊന്നു. കയ്യും കാലും അറുത്തു, കണ്ണു കുത്തി പൊട്ടിച്ചു, ഈ ഉരുക്കി ഒഴിച്ച്, കാല് 2ആയിട്ട് കുതിരയെ നിർത്തി വലിച്ചു കീറി, പല കാര്യങ്ങളാണ്. ദേഹത്തെല്ലാം വരഞ്ഞു, എല്ലാം വറച്ചട്ടിലിട്ട് വറുത്തു. 7ാമത്തെ കുഞ്ഞിന്റെ കൂടെ ആകുമ്പോൾ കുഞ്ഞു പയ്യനാണ്. ഈ അമ്മ ആ മോനോട് പറഞ്ഞ വാക്ക് 2 മക്കാബിരുടെ പുസ്തകം 7-ാമത് 21-ാം വാക്ക്. അമ്മ മോനോട് പറയാണ്, 6 എണ്ണം മരിച്ചിട്ടിരിക്കുക. അമ്മ 7ാമത് മോനോട് പറയാ, മോനെ, നിന്നെ എന്റെ ഉദരത്തിൽ ഉരുവാക്കിയത് ഞാനല്ല, ദൈവമാണ്. ആ ദൈവത്തിന്റെ നിയമത്തെ പ്രതിയാണ് നീ ജീവൻ ഹോമിക്കുന്നുവെങ്കിൽ പുനരുദ്ധാനത്തിൽ അവൻ നിനക്ക് വന്ന് ജീവൻ നൽകിക്കൊള്ളും. അതുകൊണ്ട് നീയും മരണത്തെ സ്വീകരിക്കുക. ഒരമ്മ മോനോട് പറഞ്ഞു കൊടുത്താണ്, മോനെ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയ ദൈവമാണ്. ആ ദൈവത്തിന്റെ നിയമത്തെ പ്രതിയാണ് നീ ജീവൻ ഹോമിക്കുന്നുവെങ്കിൽ പുനരുദ്ധാനത്തിൽ അവൻ വന്ന് നിനക്ക് ജീവൻ. ആ 3 വയസ്സുള്ള കുഞ്ഞും അതിദാരുണമായി മരണമടയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പിള്ളേരൊക്കെ കുറിച്ചൊക്കെ പറയുമ്പം എൻ്റെ വീട്ടിലുൾപ്പെടെ പറഞ്ഞു കേട്ടോ, പിള്ളേരൊന്നും കേൾക്കുന്നില്ല. നമ്മളിങ്ങനെ ഇപ്പം ഏറ്റവും കൂടുതൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടായി അല്ലേ? നമ്മുടെ എല്ലാ യൂത്തിൽ, ഞാൻ ചുമതലയുണ്ടായിരുന്നു, യൂത്തിലും മർത്തമറിയത്തിലും ബാലസമാജത്തിലും എല്ലാം ഇപ്പം മോട്ടിവേഷൻ സ്പീക്കർമാർ എവിടെയും അല്ലേ? എല്ലായിടവും ഉണ്ട്. നമ്മുടെ പിള്ളേർ നാട്ടിൽ ജീവിക്കുന്നുമില്ല അല്ലേ? സത്യം പറഞ്ഞ നല്ല സ്ഥലമാണ്, പക്ഷെ ഒരു തരത്തിൽ പറ്റാത്ത അവസ്ഥയായി അല്ലേ? മനുഷ്യനെ പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ ആളുണ്ട്, മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ആളില്ല. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. നമ്മുടെ പിള്ളേരെല്ലാം വെളിയിൽ പോകുക. ഞാൻ പറയും, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ ആണെങ്കിലും ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ഏതാ? നമ്മുടെ വീടാണ് അല്ലേ? ഏറ്റവും നല്ല ടീച്ചർ ആരാ? നമ്മുടെ അമ്മയാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് 1-ൽ പറയുന്നുണ്ടല്ലോ, കർത്താവിന് ദാസി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. 33 വർഷം കഴിഞ്ഞപ്പോൾ ഗെത്സമനെ തുടങ്ങി മോനും പോയിരുന്നു പറഞ്ഞു, പിതാവേ, എന്റെ ഇഷ്ടമല്ലോ, പിന്നെ ആരുടെ ഇഷ്ടമോ? നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. അമ്മയാണ് ഏറ്റവും വലിയ അല്ലേ? ഒരു മകനെയും മകളെയൊക്കെ സംരക്ഷിച്ച് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് അവർക്ക് ഏറ്റവും വലിയ മാതൃക ആരാ? അപ്പനും അമ്മയാണ്. നമ്മുടെ ഭവനമാണ് ഏറ്റവും വലിയ മാതൃക. 3, അപകടകരമായ ധൈര്യം പുലർത്തുന്നവരായിരിക്കും. അപകടകരമായ ധൈര്യം എങ്ങനെയാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ചുറ്റുപാട് നിൽക്കുന്ന മുഴുവൻ തിന്നു കുടിച്ച് ആനന്ദിച്ച് ജീവിക്കുക, ഒറ്റയ്ക്ക് ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ ആ മനുഷ്യൻ തയ്യാറായെന്നുള്ളതാണ് അല്ലേ? ഒറ്റയ്ക്ക് ആ വഴി നടക്കുവാൻ. നമ്മളിപ്പോൾ നോമ്പ് കഴിഞ്ഞപ്പം പറഞ്ഞാണ്, എൻ്റെ അച്ഛാ, എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മീനും ഇറച്ചിയും വാങ്ങിക്കുന്നതുകൊണ്ട് അവർ നോക്കാതിരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ കഴിക്കാതിരുന്നിട്ട് വലിയ കാര്യം സാധിക്കാനൊന്നുമില്ല അല്ലേ? കഴിക്കാതിരുന്നേച്ച് കുറേ പശുവിനെ കണ്ടാൽ തിരിഞ്ഞു നോക്കത്തില്ല, കോഴിയെ കണ്ടാൽ കണ്ണടയ്ക്കും. പിന്നെ എന്നേച്ച് മുഴുവൻ ദുഷ്ടതയെ ആലോചിച്ച് പച്ചവെള്ളവും മനുഷ്യന് കൊടുക്കാതെ ആരോടും കണ്ട ചിരിക്കാതെ മിണ്ടാതെ നോമ്പെടുത്തിട്ട് ഒരു കാര്യം, അത് വേറെ വശം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആത്മീയതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത് ഒറ്റയ്ക്ക് വഴിയിൽ നടക്കാൻ തയ്യാറായെന്നുള്ളതാണ്. ആര് നോമ്പെടുത്ത പ്രശ്നമല്ല, ആര് പ്രാർത്ഥിച്ചോ ഇല്ല പ്രശ്നമല്ല. ദൈവത്തിന്റെ വഴി നടക്കാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. 1, അധപ്പതിച്ച ലോകത്തെ ആത്മാവബോധം കാത്തു സൂക്ഷിച്ചു. 2ാമത് ദൈവം നോഹയോട് പറഞ്ഞു, ഈ ലോകത്തിന് വഷളത്വം വർദ്ധിച്ചും പറഞ്ഞു, ഈ ലോകത്തെ നശിപ്പിക്കാൻ പോവാന്ന് പറഞ്ഞു. 6-ാമത് 22-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, യഹോവയാം ദൈവം പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ അവൻ ചെയ്തു. പറഞ്ഞതുപോലെ ചെയ്തെന്നല്ല, അങ്ങനെ തന്നെ കൂടി അവൻ അതിന് ഒരു മാറ്റവും വരുത്താതെ ചെയ്തു. 2ാമത് കൃപ ലഭിക്കേണ്ട കാരണം ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തിയവനായിരുന്നു നോഹ. ദൈവകൽപ്പനകളിൽ ആനന്ദം കണ്ടെത്തി. ദൈവം പറഞ്ഞ അനേക ചുറ്റുപാടുകൾ, അനേക ആനന്ദങ്ങളാണ് നടമാടിയതെല്ലാം.
തിന്നു കുടിച്ച് ആനന്ദിച്ച് സുഖിച്ച് പൊളച്ച് പത്രോസിനെ പൊളച്ച് ജീവിച്ചു. അതിന്റെ നടുവിൽ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായ ഏക മനുഷ്യനാരാണ്? നോഹയാണ്. അവന് 100 വർഷത്തോളം പോയി പ്രസംഗിച്ചു. ആരോടാ? ജനത്തോട്. എന്താ പ്രസംഗിച്ചത്? വൈകാതെ പ്രളയമുണ്ടാകുമെന്നും ഈ ലോകം മുഴുവൻ ദൈവം നശിപ്പിക്കും, അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. പക്ഷെ ജനം വിശ്വസിച്ചില്ല. കാരണം എന്താ? ആ കാലത്ത് മഴ എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ അവർ കണ്ടിട്ടേ ഇല്ല. പക്ഷെ നോഹ വിശ്വസിച്ചെന്താ? മഴയിലല്ല വിശ്വസിച്ചത്, ദൈവത്തിന്റെ വാക്കിലാണ് അവൻ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ക്രിസോസ്റ്റമോസ് തിരുമേനി പെരകൂദാശ നടത്തുമ്പോൾ എപ്പോഴും വീട്ടുകാരനെ വിളിച്ചൊരു സങ്കീർത്തനം ചൊല്ലിപ്പിക്കുക അല്ലേ? 128 യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിനക്ക് നന്മയുണ്ടാകും, നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യൻ, ദൈവത്തെ ഭയപ്പെടുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവയെ ഭയപ്പെടുന്നവർക്ക് കരുണ തലമുറ തലമുറയോളം നിൽക്കും. ആരെ ഭയപ്പെടുന്നവർക്കാ? ദൈവത്തെ ഭയപ്പെടും. ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ്. നോഹ ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിച്ചു. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇപ്പം ദൈവം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുണ്ട്, പള്ളിയുണ്ട്, കുരിശുമൂടുണ്ട്, വിശുദ്ധന്മാരുണ്ട് അല്ലെ, എല്ലാ അച്ഛനുണ്ട്, മെത്രാച്ചനുണ്ട്, കാതോലിക്കുണ്ട്, പോപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. നോഹയുടെ കാലം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ? കുറെ മരങ്ങളും കുന്നുകളും താഴ്വാരങ്ങളും കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. നിങ്ങൾ ഓർത്തോ? അങ്ങനെ ഓർക്കണം. ആ സ്ഥലത്താണ് ഒരു അശരീരി ആയിരിക്കും കേട്ടത്. ആര് കേട്ടത്? നോഹ കേട്ടത് അല്ലേ? ഇന്നത്തെ പോലെ ഇപ്പോ പുതിയ സ്ഥലങ്ങളെ പോലൊന്നും അല്ല, സാധനങ്ങളോ പേപ്പറുകളോ ഒന്നും കൊടുത്തില്ല, മറിച്ച് ഒരു അശരീരി മാത്രമായും കേട്ടത്. എന്നിട്ട് പോലും വൈകാതെ പ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചിട്ട് വെള്ളമില്ലാത്തടത്ത് വള്ളം ഉണ്ടാക്കിയത്. ഞാൻ പറയുന്ന ഭാഷ, വെള്ളമില്ലാത്തടത്ത് ആര് പോയി വള്ളം ഉണ്ടാക്കി? നോഹ പോയി ഉണ്ടാക്കി. കാരണം എന്താ? ദൈവം പറഞ്ഞതിൽ വിശ്വസിക്കാൻ തയ്യാറായി. പക്ഷെ അവൻ ലോകത്തിന്റെ ഗ്രാമറുകൾക്കും മനുഷ്യന്റെ ലോജിക്കിനപ്പുറമായി ദൈവവിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവ പദ്ധതി അവൻ അനുസരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. എന്തിന്റെ വെളിച്ചത്തിലാ? വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ. ആര് തയ്യാറായതാ? നോഹ തയ്യാറായത് അല്ലെ? വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ്. തോമാസ് ലീഗായെ തൊടുമ്പം അവൻ തൊട്ട് കണ്ടറിഞ്ഞ് ക്രിസ്തുവിന്റെ മുറിവുകളിൽ തൊട്ടറിഞ്ഞതാണ്. വിശ്വാസത്തിന്റെ വെളിച്ചമാണ് അല്ലെ? ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് നോഹ അവൻ ദൈവ പദ്ധതി തിരിച്ചറിഞ്ഞു. നമ്മൾ ഓർക്കേണ്ടത്, വിശ്വാസ ജീവിതത്തിന്റെ ആഴം വർദ്ധിക്കുമ്പം നേരിട്ടിട്ടില്ലാത്ത ദുരന്തങ്ങളിലും ദുരിതങ്ങൾ കൂടി നമ്മൾ കടന്നു പോകും. നമ്മൾ നോയമ്പ് നോറ്റതോ പ്രാർത്ഥിച്ചതോ കുരിശെടുത്തതോ കൊടി പിടിച്ചതോ നേർച്ച കൊടുത്തതോ ഒന്നും വിലപ്പോവില്ലാത്ത ചില സമയങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്തെന്ന് വിചാരിച്ചാൽ എല്ലാം ശരിയാണ്, പക്ഷെ ഇതിനെല്ലാം പ്രതിഫലം ഉണ്ടെന്ന് ഓർത്തോണം. അതിപ്പോഴല്ല, നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, നമ്മൾ ചിന്തിക്കുമ്പോഴല്ല. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലുണ്ട്, എൻ്റെ അച്ഛാ ആരോട് ഉപദ്രവം ചെയ്തിട്ടില്ല, ആരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല, ആരെയും വേദനപ്പെടുത്തിയിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് മാത്രം തോരാത്ത കണ്ണുനീരാണ്, തോരാത്ത പ്രതിസന്ധിയാണ്. ആരോടും പറയാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടി പളിക്കാതിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. നന്മയോടെ ജീവിച്ചിട്ട് അടിക്കടി ദുരിതങ്ങളുടെ പെരുമഴക്കാലം അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? ഈ അടുത്ത സമയങ്ങളിലൊക്കെ പ്രതിസന്ധിയുടെ എന്നെ ബലപ്പെടുത്തിയതാണ്. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനുള്ളൊരു അനുഗ്രഹം കൂടി നിങ്ങളിൽ വെച്ചിട്ടുണ്ട്. അവന് വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല, അവന് വേണ്ടി സങ്കടം കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി ഒരനുഗ്രഹമാണ് നിങ്ങളിൽ വെച്ചിരിക്കുന്നത്. C.S. മാത്യു എന്ന് പറയുന്ന ഒരു ഉപദേശി 8 മക്കൾ അടിക്കടി മരിച്ചു. 8 മക്കൾ മരിച്ചു, ആ മക്കൾ മരിച്ചു. 8ാമത്തെ മോൻ മരിക്കുമ്പോ അതേ എഴുതിയ പാട്ടാ, എൻ പ്രിയനെ പോൽ, ബാക്കി എന്തുവാ, സുന്ദരനാം ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ ആണില്ല. എന്നിട്ട് പറയുകയാണ്, പ്രാകൃതരാം ജാരന്മാരാം എന്തുവാ, ഈ മണ്ണെ പ്രതി ഞാൻ മാണിക്യം വെടിയുകയില്ല. പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സലോ അല്ലെ? 8 മക്കൾ മരിച്ചൊരു മനുഷ്യന് എങ്ങനെ ഇങ്ങനെ പാടാൻ പറ്റുന്നത്? നമ്മൾ എടുത്തു വെച്ച് പാടത്തില്ലേ? അത് പാടുമ്പം 8 മക്കൾ മരിച്ചു ഒരു മനുഷ്യൻ 8ാമത്തെ മോൻ മരിക്കുമ്പോൾ എഴുതിയ പാട്ടാണിത്. എന്റെ പ്രിയനെ പോൽ സുന്ദരനാം ആരെയും ഞാൻ ഉലകത്തിൽ അല്ലെ, എന്തു വന്നാലും പ്രാകൃതരാം ജാരന്മാരൊന്നും മരിക്കുകയില്ല.
ഈ മണ്ണെ പ്രതി മാണിക്ക് ഞാന് വിട്ടുകളയുകയില്ല. സങ്കടങ്ങളേറെ ഉണ്ടാവും. അത് റോമാലേഖനം 8 പറഞ്ഞു, ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട സകല നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ചില നമ്മളെ കളിയാക്കും, നീ രാവിലെ വേദപുസ്തകത്തോട് ഇറങ്ങും, നീ എന്നും പള്ളിയിൽ പോന്നല്ലോ, എന്താണ് പ്രതിഫലം? ഇവിടെ വലിയ പ്രതിഫലമൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പോയിന്റ് എല്ലാം പ്രതിഫലം. നിന്റെ ഓരോ അലച്ചിലുകളും നിന്റെ കണ്ണുനീരുകളും എല്ലാം ദൈവമേ എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, നിന്റെ ഓരോ സങ്കടങ്ങളും ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ വേദനകളും ദൈവം അറിഞ്ഞിട്ടുണ്ട്. ആ ദൈവം അറിയാതൊന്നും അല്ലേ നടക്കുന്നത്. പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്കാണ് ഇതൊക്കെ ഏറെ വരുന്നത്. ദൈവവചനം അനുസരിക്കുന്നവർക്ക്, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സങ്കടങ്ങൾ ഏറെയുണ്ട്. എന്നാൽ ചിന്തിക്കരുത്, ഇന്നു മുതൽ തോന്നിവാസം ജീവിച്ചേക്കാം, സങ്കടങ്ങളില്ലല്ലോ. അത് ഇവിടൊക്കെ നടക്കും. നിനക്കെന്താ സങ്കടം തന്നത്? അപ്പോസ്തലപ്രവൃത്തി 7:59 സ്തേഫാനോസിനെ എറിയുമ്പോൾ സ്തേഫാനോസ് പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകാൽ ഇവരോട് ക്ഷമിക്കണമേ. അല്ലേ? പ്രാർത്ഥിക്കുന്നവർക്ക് ആ സങ്കടം വരുന്നത്. കാരണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്താ തിരിച്ചറിവ്? ദൈവം തരുന്ന എന്തും ഇരുകൈ നീട്ടി സ്വീകരിക്കാനുള്ള മനോബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തോ ദൈവം തമ്പുരാനെ നീ വെച്ച് നീട്ടുന്ന എന്തും, യോബ് പറഞ്ഞു, നീ യഹോവ തന്ന യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. പുറമെ കെട്ടിയുണ്ടാക്കിയതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുമ്പോഴും ഉള്ളിൽ ദൈവബോധവും ദൈവവിശ്വാസവും കാത്തു സൂക്ഷിക്കുന്നവൻ ഉണ്ടാകുന്ന ഒരു വെളിപാടാണിത്. എന്താ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവവചനം, ജനമെല്ലാം അവനെ വട്ടനെന്നൊക്കെ വിളിച്ചു, ഇവന് പ്രാന്താന്നൊക്കെ പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു കാണും, അവനെ ഓടിച്ചു വിട്ടു കാണും. പക്ഷെ അവന്റെ കുടുംബത്തിന്റെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പെട്ടകം പണിയുവാൻ തയ്യാറായി. അളവിൽ വ്യത്യാസമില്ലാതെ വെള്ളം, മഴ കണ്ടിട്ടില്ലാത്ത കാലഘട്ടത്തിൽ, വെള്ളമില്ലാത്ത കാലഘട്ടത്തിൽ വൈകാതെ പ്രളയമുണ്ടാവും ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് അവൻ പെട്ടകം പണിതു. ലൂക്കോസ് വിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നു, തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നോഹ എന്ത് ചെയ്തു? നോഹ പെട്ടകം പണിതു എന്നുള്ളതാണ്. ഓർക്കണം, ദൈവവിശ്വാസത്തിൽ ഇതെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ലോകത്തിന്റെ പ്രതിസന്ധിയെ മുഴുവൻ അതിജീവിക്കാൻ പറ്റുന്ന ദൈവവിശ്വാസത്തിലാണ്. രണ്ടാം ഭാഗം അവസാനിപ്പിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാക് ഒബാമയുടെ സ്പിരിച്വൽ ഫാദർ, റിക് വാറണ്ട് എന്ന അദ്ദേഹത്തിന്റെ പേര്, 27 വയസ്സുള്ള മാനസിക രോഗിയായിട്ടൊരു ഏക മോനുണ്ടായിരുന്ന മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ ഈ പ്രസംഗിക്കുകയും സ്വന്തം ദേശത്ത് പ്രവാചകൻ ശോഭിക്കില്ലെന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ആരോ എന്ന് പറഞ്ഞു, നിങ്ങളുടെ മോൻ സൂയിസൈഡ് ചെയ്തു. ഒറ്റ മോനെ ഉള്ളെന്ന് ഓർത്തോണ്ട് ഇദ്ദേഹത്തിന്, ഒറ്റ മോൻ, 27 വയസ്സ്. സൂയിസൈഡ് എന്ന് പറഞ്ഞപ്പം എല്ലാരും കളിയാക്കി, ഓ അവന്റെ വിശ്വാസം, എന്തിനാ അവൻ ദൈവത്തെയൊക്കെ വിളിച്ചത്. മോന്റെ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യ സ്റ്റേജിൽ വന്നിട്ട് പറയുകയാണ്, ദൈവം അദ്ദേഹത്തോട് പറഞ്ഞതാണ്, യു ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ, യു നീഡ് എ പ്രസൻസ് ഓഫ് ഗോഡ്. നിനക്ക് നിന്റെ മോൻ മരിച്ച്, 27 വയസ്സുള്ള മോൻ മരിച്ച, ഇത്രയും ദൈവത്തെ വിളിച്ച നിനക്ക് മോൻ മരിച്ച്, നിനക്ക് പ്രത്യേകിച്ച് അതിന് വിശദീകരണമൊന്നുമില്ല. യു ഡോണ്ട് നീഡ് എനി എക്സ്പ്ലനേഷൻ, നിനക്ക് ഒരു വിശകലനവും വേണ്ട. യു നീഡ് എ പ്രസൻസ് ഓഫ് ഗോഡ്. എന്താ? നിനക്ക് ആ പ്രതിസന്ധിയുടെ സമയത്ത് എന്റെ സാന്നിധ്യം, എന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ടാകും. 2 കൊരിന്ത്യർ 12:9 പൗലോസിനോട് പറഞ്ഞില്ലേ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപയുണ്ടാവും. മനുഷ്യൻ പറയുക, അടുത്ത വാക്യത്തിൽ പറയുക, എന്റെ മകന്റെ ജീവനെ എടുത്ത ദൈവമേ നിനക്ക് 1000 സ്തുതി എന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ സ്റ്റേജ് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. ദൈവ കൽപ്പനകളിൽ ലോകം ഒത്തിരി ആനന്ദം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടും. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങൾ ഒത്തിരി ആനന്ദങ്ങൾ, ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ വീണുപോകും. പക്ഷേ അതൊക്കെ താൽക്കാലികമാണ്. പക്ഷെ അവിടെയെല്ലാം ദൈവവചനം, ആകാശഭൂമി നശിച്ചു പോയാലും ദൈവത്തിന് മാറ്റം ഉണ്ടാകില്ല. പ്രിയമുള്ളവരെ, നോഹ ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ചു. അതുകൊണ്ട് പ്രളയമുണ്ടായി, പെട്ടകത്തിന്റെ വാതിൽ ദൈവം തുറന്നു. അതിനകത്ത് അവനും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരും ശുദ്ധിയുള്ള മൃഗങ്ങളിലെ ഈ 2 വെച്ചും പെട്ടകത്തിനകത്ത് കയറ്റി. പ്രളയം ഉണ്ടായി. എത്ര ദിവസം മഴ പെയ്തു? 40 രാവ് 40 പകലും. മൂന്നാമതവന് ദൈവകൃപ ലഭിക്കേണ്ട കാരണം ആഘോഷങ്ങൾക്കിടയിലും ആരാധനയിൽ അഭയപ്പെട്ടവനായിരുന്നു നോഹ. അവിടെ എഴുതി വച്ചിരിക്കുക, പർവ്വതങ്ങൾക്കും 150 മുഴ ഉയരത്തിൽ എന്തുണ്ടായി? വെള്ളം ഉണ്ടായി എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും
എന്തുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു? പ്രളയ വന്ന് മുഴുവൻ നശിപ്പിച്ചു. സർവസംഹാരിയായ പ്രളയജലം പതഞ്ഞുറഞ്ഞ് സർവ്വതിനെയും നശിപ്പിച്ചു കളഞ്ഞു. മലങ്കാക്കകൾ ശവം കൊത്തിപ്പറിച്ചു, ശവങ്ങൾ ഒഴുകി നടന്നു. അവിടെ മൃഗങ്ങളും ലോകത്തിലുള്ള സർവ്വതും നശിച്ചു. ഈ വെള്ളം കൊണ്ട് നശിപ്പിക്കാൻ കാരണം എന്താ? ദൈവം ന്യായാധിപതിയാന്ന് അറിയ ഒത്തിരി കാരണങ്ങൾ പിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പാപത്തിന്റെ ഒരു കണിക പോലും ആ ഭൂമിയിൽ ശേഷിപ്പിക്കാതെ വെള്ളം കൊണ്ട് തുടച്ചു മാറ്റി കളഞ്ഞെന്ന് എഴുതി വെച്ചിരിക്കുന്നു ഒരിടത്ത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തിന് പൊറുക്കാൻ പറ്റാത്ത അതിക്രമം നിറഞ്ഞപ്പം ആ പാപത്തിന്റെ ഒരു കണിക പോലും ഭൂമിയിൽ ശേഷിക്കാതെ വണ്ണം ദൈവം വെള്ളം കൊണ്ട് സർവ്വതും നശിപ്പിച്ചു കളഞ്ഞു. പെട്ടകം ഒഴുകി നടന്ന് ഒരു വർഷക്കാലം ഇങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഒരു വർഷക്കാലം ഒഴുകി നടന്നു. ഒരു വർഷം നോഹ ഒരു പ്രാവിനെ വിട്ടത് പോയി വന്നു നിന്നു. ഒരു കാക്ക വിട്ട് വന്നില്ല. വീണ്ടും ഒരു പ്രാവ് അവസാനം വ്യാഴാഴ്ച രാത്രി നമസ്കാരത്തിലുണ്ട്. ഒരു പ്രാവ് ഒരു ഇലയുമായിട്ട് വന്നപ്പോൾ നോഹിന് മനസ്സിലായി എന്താണ്? വെള്ളപ്പൊക്കമെല്ലാം കഴിഞ്ഞ് ചെറിയ പുൽനാമ്പ് ഭൂമിയിൽ താളിരിട്ടിട്ടുണ്ട്. ആരാറാത്ത പർവ്വതത്തിന്റെ മുകളിൽ വന്ന് പെട്ടകം ഉറച്ചു. പെട്ടകത്തിന്റെ വാതിൽ തുറന്നപ്പോ 8-ാം അധ്യായത്തിൽ 2-ാം വാക്യം എഴുതി വെച്ചിരിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ യഹോവയാം ദൈവം സർവചരാചരങ്ങളോടൊപ്പം ദൈവം നോഹയെ ഓർത്തു. He was in the memory of God. എല്ലാം നശിപ്പിച്ച് കളഞ്ഞപ്പോൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ദൈവം ഒരു മനുഷ്യനെ മാത്രം ഓർത്തു. ദൈവത്തിന്റെ സ്മൃതിപദങ്ങളിൽ ഒരു മനുഷ്യന്റെ നാമം ഉണ്ടായി. ആരുടെയാ? നോഹയുടെ നാമം ഉണ്ടായി. ദൈവം ഓർത്തു. ഇവിടെ ഇരിക്കുമ്പോൾ ഓർത്തെ, ഞാൻ ഉൾപ്പെടെയാ. ദൈവം ഓർത്ത് എത്ര അവസരങ്ങൾ അല്ലേ? ദൈവം ഓർത്തിട്ടില്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. എല്ലാ കുർബാനയിലും ചൊല്ലും, ദൈവമേ നിന്റെ കരുണയാൽ എന്നെ ഓർക്കണമേ. നമ്മുടെ കഴിവുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ പണം കൊണ്ടോ പിള്ളേരെ UK-ലോ കാനഡയിലോ യൂറോപ്പിലോ ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിൽക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു. ഒന്നിലും അഹങ്കരിക്കണ്ട, ഒന്നിലും നിഗളിക്കണ്ട, ഒന്നിലും പുകഴണ്ട പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ കരുണയാണ്. ദൈവ മനുഷ്യനെ ഓർത്തു. എങ്ങനെ ഓർക്കാതിരിക്കുക? ലോകത്തിലുള്ളവരെല്ലാം ദൈവത്തെ മറന്ന് ജീവിച്ചപ്പം ദൈവത്തെ ഓർത്ത് ജീവിച്ച ഒരു മനുഷ്യനെ പ്രളയാനന്തരം അവനെ മാത്രം ദൈവം ഓർത്തു. അവനോടൊപ്പം അവന്റെ കുടുംബത്തെ ദൈവം ഓർത്തു. അവൻ ഇറങ്ങി എഴുതി വെച്ചിരിക്കുകയാണ്, ഭൂമിയിൽ കാലുകുത്തി നോഹ ആദ്യം ചെയ്തത് അവൻ ദൈവത്തിനൊരു ബലിപീഠം പണിതു എന്നുള്ളതാണ്. ഓർത്ത് നോക്കിയേ, തന്നെയും കുടുംബത്തെ സംരക്ഷിച്ച ദൈവത്തെ ഓർത്തിട്ട് അവൻ ഭൂമിയിൽ ഒരു ബലിപീഠം പണിതു, യാഗപീഠം പണിതു. എന്നിട്ട് 8:22 എഴുതി വെച്ചിരിക്കുക, അവനവിടെ യാഗം അർപ്പിച്ചപ്പം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യാഗത്തിന്റെ സൗരഭ്യ യഹോവയാം ദൈവം മണത്തിട്ട് ദൈവം പറഞ്ഞു, ഇനി മനുഷ്യൻ മുഖാന്തരം ഞാൻ ഈ ഭൂമിയെ ശപിക്കുകയില്ല. എന്ത് കണ്ടിട്ട്? യാഗത്തിന്റെ പരിമളം മണത്തിട്ട്. ഇപ്പോഴും ചൊല്ലിയില്ലേ സന്ധ്യാനമസ്കാരത്തിൽ, ഞങ്ങളുടെ സന്ധ്യാസമയത്തെ യാഗം പോലെ കൈക്കൊള്ളണമേ. യാഗാർപ്പണ ദൈവം കണ്ടിട്ടാ പറഞ്ഞത്. വിശുദ്ധ ബലിയുടെ അനുഭവം കണ്ടിട്ട് പറയുകയാണ്, ഇനിയും ഈ ഭൂമിയെ ശപിക്കുകയില്ല, മനുഷ്യൻ മുഖാന്തരം ഈ ഭൂമിയെ ശപിക്കുകയില്ല. അടുത്ത എന്തുവാ? ആകാശത്ത് മഴവില്ലേ. 8-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? തക്ക സമയത്ത് മഴയും മഞ്ഞും ശീത ഉഷ്ണവുമെല്ലാമായി ദൈവം ഭൂലോകത്തെ പോലും രൂപപ്പെടുത്തി. ആര് മുഖാന്തരമാ? നോഹയുടെ ബലിയർപ്പണം മുഖാന്തരം. ഇന്നിവിടെ ഇരിക്കുമ്പം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധ കുർബാനയല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്? നമ്മുടെ ആരാധന അല്ലേ? ആ ആരാധനയുടെ പരിമളം ദൈവം മണുത്തട്ടെന്ന മലയാള വാക്യത്തിൽ എഴുതി വെച്ച് 8:22 എഴുതി വെച്ചിരിക്കുന്നു, ദൈവം മണുത്തു. എന്താ? ആരാധനയുടെ പരിമളം. നമ്മുടെ ആരാധനയുടെ പരിമളം സർവ ശരീരാത്മദേഹികളുടെ വിശുദ്ധിയോടെ ആരാധന അർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമളം, നിഷ്കളങ്കതയോടെ അർപ്പിക്കുന്ന, കണ്ണുനീരോടെ അർപ്പിക്കുന്ന കുർബാന, കണ്ണുനീരോടെ ചൊല്ലുന്ന പ്രാർത്ഥന ദൈവം അത് സ്വീകരിക്കുകയാണ്. ഇത് സ്വീകരിച്ചിട്ട് ദൈവം പറഞ്ഞു, ഇനി ഭൂമിയിൽ എന്തില്ല? ശാപം ഇല്ല. ഇനി ഭൂമിയിൽ ശാപമില്ല. ഓർത്ത് നോക്കി, എന്ത് കണ്ടിട്ടാ? യാഗാർപ്പണം കണ്ടിട്ട് അല്ലേ? ഞാൻ യൂത്തിന്റെ യോമനുള്ളപ്പോൾ ഏത് പള്ളി ചെന്നാലും പാമ്പിടിച്ച എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛന്മാരെല്ലാം പറയാം, അച്ഛൻ്റെ യൂത്തന്മാർക്കൊന്നും പള്ളിയിൽ കയറത്തില്ല, എല്ലാം വെളിയിലാന്നൊക്കെയാന്ന് പറയും. പുള്ളടി ചോദിക്കും, പറയാം, അച്ഛാ എല്ലായിടവും ദൈവം ഉണ്ടല്ലോ എന്ന് പറയും. എല്ലായിടവും ദൈവമുണ്ട്, പക്ഷെ എല്ലായിടവും ദൈവികമൊന്നും അല്ല അല്ലേ? എല്ലായിടവും ദൈവമുണ്ട്, ദൈവികമൊന്നും അല്ല. ലേവ്യ പുസ്തകത്തിൽ പറയാം, എൻ്റെ നാമം തെരഞ്ഞെടുത്ത സ്ഥലമാണ്. 2 ദിനവൃത്താന്തത്തിൽ ശലോമോൻ പള്ളിയെല്ലാം പണിഞ്ഞിട്ട് ഏറ്റവും വലിയ പള്ളി, ഏറ്റവും വലിയ സ്വർണ്ണം കൊണ്ടുള്ള ദേവാലയം, സ്വർണ്ണം കൊണ്ട് അതിനകത്തെല്ലാം
എന്നിട്ട് ചോദിച്ചു, ഇവിടെ അടങ്ങുമോ? ലോകത്തിൽ അടങ്ങാത്ത നീ ഇവിടെ അടങ്ങുമോ? എന്നിട്ട് പറയാം, നീ ഇവിടെ കഴിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് നേരെ എങ്ങോട്ടാ? CCTV പോലെ ഇരിക്കുന്നേ ദേവാലയത്തിനകത്ത് തുറന്നിരിക്കും. അല്ലേ? നാലോചിച്ച് നോക്കിയേ, ആ ദേവാലയം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം അനുഗ്രഹം ദേവാലയമാണ്. നിരണം വടക്ക് ഭാഗം സെന്റ് തോമസ് പള്ളി ഉയർന്നപ്പോഴാ ചുറ്റുപാടുള്ള എല്ലാ ഭവനങ്ങളും വ്യക്തി ജീവിതങ്ങളും ഉയർന്നത്. അല്ലേ? ദേവാലയം ഉയർന്നപ്പോഴാണ്. ഈ വിശുദ്ധ ബലിയുടെ അർപ്പണമാണ് പ്രിയമുള്ളവരെ, ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. ആ ബലിയാണ് ലോകത്തെ പോലും രൂപാന്തരപ്പെടും. ഒരു ബലിയാ ലോകത്തെ ബലിയാണ് അർപ്പിച്ചപ്പോഴെന്നാ പറയുന്നത് രൂപാന്തരപ്പെടുത്തിയത്. മഴയും മഞ്ഞുവെല്ലാം ഉണ്ടായത്, മഴവില്ലുണ്ടായത് എല്ലാം ആര് മുഖാന്തരമാണ്? നോഹ മുഖാന്തരമല്ല, അവന്റെ നോഹയുടെ ബലിയർപ്പണ മുഖാന്തരമാണ്. അവസാനിപ്പിക്കുന്നു അനുഭവം പറഞ്ഞ്. ഏറ്റവും കത്തോലിക്കനായ പ്രശസ്തനായ ഒരു ജഡ്ജിയായിരുന്നു കുര്യൻ ജോസഫ്. അദ്ദേഹം 1000-ലധികം പ്രസക്തമായ വിധികൾ എഴുതിയിട്ടുണ്ട്. സുപ്രീം കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഒക്കെ ജഡ്ജിയായിരുന്നു. ആ മനുഷ്യനോട് ഈ അടുത്ത സമയത്ത് ഇന്റർവ്യൂ ചോദിച്ചു, ഈ വിധി എഴുതിയിൽ എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ? മനുഷ്യൻ പറയുകയാണ്, കത്തോലിക്കനാണ്, ഞാൻ ഏത് വിധി എഴുതാൻ പോയിന്റെ അന്നു രാവിലെ പോയി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടാണ് ഞാൻ. ഒരു പണിയില്ലെങ്കിലും നമ്മൾ വരുന്നത് KSRTC സ്റ്റാൻഡിൽ വരുന്ന പോലെ 7, 7:30, 8, 8:45, 9 ഇതിന്റെ പരിസരത്ത് പോലും കയറാൻ വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. അല്ലേ? ഈ മനുഷ്യൻ എന്നിട്ട് അടുത്ത വാക്യം പറയുക, ചില ദിവസങ്ങളിൽ 2-3 വിശുദ്ധ കുർബാനയെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് പോലും ആശ്ചര്യം തോന്നി. ഇത്രയും പ്രഗത്ഭനായ കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന മനുഷ്യൻ പറയുക, 2-3 കുർബാനയിൽ പോലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ അനുഭവിച്ചു. അതുകൊണ്ട് എനിക്കൊന്നിലും പശ്ചാത്താപം വന്നിട്ടില്ല. ബലിയിൽ ആഘോഷങ്ങളുടെ ആരാധന അഭയപ്പെട്ട ആരാധന ഏറ്റവും പ്രധാനം. അതാണ് ദൈവം ലോകത്തിന് പുതിയ രൂപം വരുത്തിയത് നോഹയുടെ ആരാധന കൂടിയാണ്. അവസാനിപ്പിക്കുന്ന, യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ നോഹ എന്ന് പേരിട്ടെന്നാൽ നോഹയ്ക്ക് കൃപ ലഭിച്ചു. 3 കാരണം പറഞ്ഞു. അധപ്പതിച്ച ലോകത്തിൽ ആത്മാവബോധം, ഞാൻ ആരാണ്, എൻ്റെ വിളി, എൻ്റെ നിയോഗം എന്താണെന്നുള്ള ബോധം. 2 ദൈവകൽപ്പനകളിൽ ആനന്ദം. ചുറ്റുപാടുകളിൽ ആനന്ദത്തിന്റെ ധാരാളം വഴികൾ ഇന്ന് നമ്മുടെ ചുറ്റിലെല്ലാം ഉണ്ട്. അവിടെ എല്ലാം ദൈവം വിസ്മരിക്കപ്പെട്ടു പോവുകയാണ്. ആരാധന വിസ്മരിക്കപ്പെട്ടു, പ്രാർത്ഥന വിസ്മരിക്കപ്പെട്ടു, എന്തിന് ദൈവവചനം വിസ്മരിക്കപ്പെട്ടു പോവുകയാണ്. അടുത്ത സമയത്ത് കണ്ടില്ലേ, ലോസ് ഏഞ്ചലസിൽ ലോകത്തിലെ കോടീശ്വരന്മാർ ഏറ്റവും കോടീശ്വരന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ സിനിമാ നടികളെല്ലാം കൂടെ കൂടി ഒരാൾ ചോദിച്ചു, ലോസ് ഏഞ്ചൽസ് എന്ന് പറയാൻ പറഞ്ഞു, ലോസ്റ്റ് ഗോഡ് എന്നാ പറഞ്ഞു, അല്ല ദൈവം നഷ്ടപ്പെട്ട സ്ഥലം എന്നാ പറഞ്ഞു. പണത്തിന്റെ ഹൂങ്കിൽ 2ാം ദിവസമാണ് മൊത്തം തീ പിടിച്ചത്. $15,000 കോടി നഷ്ടം ഉണ്ടായി. വാട്സപ്പിലൊക്കെ കിട്ടിക്കാണും. ഇത് ഒന്നും അല്ല, എല്ലാം കത്തിപ്പോയപ്പോഴും ഒരു പള്ളി മാത്രം ഇങ്ങനെ കത്താതെ, നമ്മൾ ഇതൊക്കെ ചുമ്മാന്ന് വിചാരിക്കും, ഒരു പള്ളി മാത്രം ഇങ്ങനെ കത്താതെ നിന്നു. ദൈവവചനത്തിൽ ആശ്രയം വെക്കുന്നതിന്റെ തലമുറയെ ദൈവം കരുതിക്കൊള്ളും. പ്രയാസം ഉണ്ടാവും, തകർച്ച ഉണ്ടാവും, പക്ഷെ വിശ്വാസം വെടിയരുത്. ദൈവത്തിലുള്ളൊരു വിശ്വാസം, തോമാസ് ലീഗ കൈമാറി തന്ന പോലെ ഒരു വിശ്വാസം കെടാവിളക്ക് പോലെ ഉള്ളിലുണ്ടാവണം. ദൈവത്തിൽ കൂടുതൽ വിളിക്കുമ്പോൾ സങ്കടം, വേദന, ആക്ഷേപം, നിന്ന, പരിഹാസം, കൂടെ നിൽക്കുന്നവരൊറ്റും തകർക്കും, എഴുതി തകർക്കും, നശിപ്പിക്കാനൊക്കെ നോക്കും. അവിടെ എല്ലാം ദൈവത്തിൽ മുറകെ പിടിച്ചു നിൽക്കണം. നമ്മൾ പ്രതികരിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ദൈവം നമ്മളെ കരുതും. ദൈവത്തിൽ വിശ്വസിക്കുന്ന തലമുറയെ ദൈവം ഉയർത്തും. 3 ആഘോഷങ്ങളുടെ ആരാധന അഭയപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ഇറങ്ങി വന്ന ആദ്യം ദൈവത്തിന് യാഗപീഠമാവുന്നത് ഭൂമിയിൽ. നമ്മളെ ദൈവം കൊറോണ സമയത്ത് എല്ലാം കാത്തു സൂക്ഷിച്ചില്ല. ഇപ്പോഴും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി. വാക്സിൻ എടുത്തതിന്റെ എല്ലാം കൂടി ഇപ്പം പെട്ടെന്ന് അറ്റാക്കാ. 8 വയസ്സുകാരും 12 വയസ്സ് എല്ലാത്തിനും ഉണ്ട്. അതിന്റെ ആയിരിക്കും ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാം ദൈവം കാത്തില്ലേ? ഇവിടെ എല്ലാം അതിനുശേഷം അർപ്പിച്ചത്, പ്രളയത്തിന് ശേഷം അവൻ അർപ്പിച്ചത് യാഗം അർപ്പിച്ചത്. അത് കണ്ടിട്ട് ശാപം മാറുകയാണ്. അപ്പൻ മോൻ ജനിച്ചവൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ലാമയൊക്കെ പറഞ്ഞത്, ഇവൻ ഭാര്യയോടായിരിക്കും പറഞ്ഞത്, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും, അല്ലേ? പക്ഷെ അവസാനം മോന്റെ ജീവിതത്തിന് അവസാനം എന്താ? ലോകത്തെ പ്രതി ദുഃഖിച്ച ദൈവത്തെ ആശ്വസിപ്പിച്ച മനുഷ്യനായി ആര് രൂപാന്തരപ്പെട്ടു? നോഹ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് ഈ പെരുന്നാൾ ദുഃഖിക്കുന്ന ലോകത്തിൽ, കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും സഭയിലും സമൂഹത്തിലും ആശ്വാസം പകരുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെരുന്നാളിലൂടെ നമുക്കിടയാക്കട്ടെന്ന് പ്രാർത്ഥിച്ച്